ചങ്ങല ധരിപ്പിച്ച് അല്പം കുനിഞ്ഞ് വെച്ച് നടന്ന് കണ്ണുകളിൽ തിമിരം ബാധിച്ച അവസ്ഥയിലും ഞങ്ങളെ കരികിൽ കണ്ടിട്ട് ഭക്ഷണം തന്നതിന്, പരിഗണിച്ചതിന്, സ്നേഹിച്ചതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് താൻ വിശ്വസിക്കുന്ന സുവിശേഷം അവസാനഘട്ടവും പറഞ്ഞുകൊണ്ട് അചഞ്ചലനായി ഇതുവഴി കടന്നു പോകുന്ന കാഴ്ച കണ്ടു. ആ പോക്കിലും പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇന്ന് രാത്രിയോളം പിരിയുമ്പോ ഓരോ ഒറ്റനും വിളിച്ചു പറയട്ടെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. സ്തെഫാനോസിന് വേണ്ടി ഒരു മനുഷ്യനുമില്ല, സംസാരിക്കാൻ ആരുമില്ല. സ്തെഫാനോസിന് കല്ലെറിയാൻ തീരുമാനിച്ചു. കല്ലെറിഞ്ഞു. 5-6 ഏറം കിട്ടി. അത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കാണുന്നുള്ള കല്ലല്ല, ചുണ്ണാമ്പ് കല്ലാണ്. പക്ഷേ ഈ മാർബിൾ കഷ്ണം പോലെ ഇരിക്കും, മൊനയുണ്ട്. ഇത് വാരി എറിയുന്നേ. ഇത്തരം കല്ലുകൾ കൊണ്ട് തുരുതുര കിട്ടുമ്പോൾ സ്തെഫാനോസ് മുട്ടുകുത്തി വീണു. ആ മുട്ടയിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ അടുത്തൊരു കാക്കിയുണ്ടേ. അനന്തരം സ്തെഫാനോസ് ഒരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച എന്നറിയണ്ടേ? തുറക്കപ്പെട്ട സ്വർഗം. ഈ കാഴ്ച കണ്ടാൽ പിന്നെ ഏറിൻ്റെ വേദന ഒന്നും ഇല്ലാന്നേ. ഈ കാഴ്ച കാണാൻ അകക്കണ്ണ് തുറന്നാട്ടെ, ഹൃദയം തുറന്ന് ഈ കാഴ്ച കണ്ടാട്ടെ. ഏത് പീഡയ്ക്ക് ഈ കാഴ്ച കണ്ടാട്ടെ, ഹൃദയം തുറന്ന് ഈ കാഴ്ച കാണുക. അതേ ഒരു കാര്യം പറയാ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിന്റെ മഹിമയുടെ, ബാക്കി പറഞ്ഞാട്ടെ, എവിടെ ഇരിക്കുന്നേ? ഒന്നുകൂടെ പറഞ്ഞാട്ടെ. എന്തിനാ വലത്തു ഭാഗത്തിരുന്നേ? ഈ ലോകത്തിൻ്റെ വലത്തു ഭാഗത്തെ ന്യായാധിപ കോടതിയിലെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുവനുമില്ലെങ്കിൽ പരമാധികാരിയുടെ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ദൈവപുത്രനെ ആത്മാവിൽ കണ്ടു. ഇന്ന് രാത്രി അവൻ നമ്മുടെ കൂടെയുണ്ട്. എനിക്കും നിങ്ങൾക്കും നീതി നിഷേധിക്കപ്പെടുന്ന ഇടത്ത് വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥ അണയ്ക്കാൻ ഒരു മഹാദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ ഘോഷണത്തിൽ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട് 3 പതിറ്റാണ്ടുകൾ ഈ സുവിശേഷ ശുശ്രൂഷയിലായിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്റെ പേരാണ് പൗലോസ്. ഈ പൗലോസ് എന്ന മനുഷ്യന്റെ ജീവചരിത്രം ബൈബിളിൽ തന്നെ വായിച്ചെടുക്കണം. പകുതി അതിന് പുറത്തുള്ള ചരിത്രത്തിലും പൗലോസുണ്ട്. വളരെ വിശാലമായി പഠിക്കത്തക്ക വിധം ഒരു പാഠപുസ്തകം പോലെ സങ്കീർണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ആ ആദരണീയനായ കർത്തൃദാസൻ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നാളുകൾക്കപ്പുറത്ത് ഒരു പരീക്ഷനായിരുന്നു എന്ന് കാണുന്നു. യഹൂദന്മാർക്കിടയിലെ ആത്മീക വിഷയങ്ങളിൽ തീവ്രവാദ സ്വഭാവമുള്ള, വളരെ കൺസർവേറ്റീവായ, വളരെ ഫണ്ടമെന്റലായ ഒരു മതബോധം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു റിലീജിയസ് ജൂ, അതാണ് പരീക്ഷണം കണ്ടർത്ഥമാക്കുന്നത്. ചിന്തയും പ്രവൃത്തിയുമെല്ലാം മതമാണ്. മതം വിട്ട് ചിന്തിക്കാത്ത, മതത്തിന്റെ സങ്കീർണതകൾക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലത്തിലും മതത്തിന് 1-ാം സ്ഥാനം നൽകുകയും ദൈവത്തിനും മനുഷ്യർക്കുമൊക്കെ 2-3 സ്ഥാനങ്ങൾ നൽകുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ. നമുക്കിന്നറിയാം, മനുഷ്യർക്ക് ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലാണ് ദൈവത്തെക്കാൾ താല്പര്യം. ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിന് വേണ്ടിയുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിനു വേണ്ടിയുള്ള മരണത്തിനൊക്കെയാണ് ഇഷ്ടം. ഞാൻ സംവാദ വേദികളിൽ ഇത് കാര്യമായി തന്നെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം അറിയാം. ഇത്തരത്തിൽ ഒരു മത തീവ്രവാദിയായി ജീവിതം ആരംഭിച്ച മനുഷ്യൻ, അദ്ദേഹം വളരെ നല്ല ആഴത്തിൽ മതം പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിന് 2 ഭാഗങ്ങളാണുള്ളത്. ആകെ 613 നിയമങ്ങളാണ് ന്യായപ്രമാണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. 613 നിയമങ്ങൾ. 613 നിയമങ്ങളിൽ ആദ്യത്തെ നിയമം തന്നെ എന്താണ്? ഞാനും നിങ്ങൾ പറയുന്ന ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത് എന്നതാണ് 1-ാമത്തെ കൽപ്പന. അങ്ങനെ 10 കൽപ്പനകൾക്ക് ശേഷം 11, 12, 13 എന്ന രൂപേണ 613 നിയമങ്ങളാണ് ഈ ലേവ്യ പുസ്തകം നമുക്ക് തരുന്നത്. പുറപ്പാടും ലേവിയൊക്കെ തന്നാൽ 613 നിയമങ്ങൾ. അത് നേരിട്ട് തരുന്ന ഇൻട്രൊഡക്ഷനാണ് ഈ 10 കൽപ്പന.
10 കൽപ്പന കൂടാതെയും നിയമങ്ങളുടെ വലിയൊരു പ്രപഞ്ചം, ഒരു വലിയ പ്രവാഹം നമുക്ക് ബൈബിളിൽ കാണാം. ഈ 613 നിയമങ്ങൾക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം 365 എണ്ണമാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം എടുത്താൽ മതി. 365 പ്രമാണം. ആ 365 പ്രമാണം പറയുന്നു അരുത് 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 അരുത്. ഡോൺസ് ആണ് 365. ഇനി അവശേഷിക്കുന്ന പ്രമാണങ്ങളുണ്ട്. 214 പ്രമാണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം. ഇവ രണ്ടും ചേർത്ത് 613 നിബന്ധനകളുടെ ഒരു സമാഹാരം. അപ്പോൾ ഇവയെല്ലാം ന്യായപ്രമാണമാണ്. ഇത് മുഴുവൻ പഠിച്ചിട്ട് അത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ, അത് ലംഘിച്ചവർക്ക് പാരമ്പര്യത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, ഇവയെല്ലാം നന്നായി പഠിച്ച ഒരു പണ്ഡിതൻ്റെ പേരാണ് പൗലൂസ്. ഈ മനുഷ്യൻ്റെ ജന്മസ്ഥലം എവിടെയെന്ന് അറിയണ്ടേ? പ്രസിദ്ധമായ തർസോസ് പട്ടണത്തിലെ, കിലിക്കിയ സംസ്ഥാനത്തിലെ തർസോസ് പട്ടണത്തിലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദേശം. ആ സ്ഥലത്തെപ്പറ്റി രസകരമായൊരു കാര്യമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഏതാണ്ട് 10 മൈൽ ഉള്ളിൽ മാറി, 10 കിലോമീറ്റർ ഉള്ളിൽ മാറി അദ്ദേഹം ജനിച്ചു വളർന്ന ആ സ്ഥലത്തിൻ്റെ പേര് തർസീസ് എന്നായിരുന്നു. തർസോസ്. ഈ തർസോസുകാരനായ ശൗൽ എന്ന പേര് കേൾക്കുമ്പോൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കാനാണ്. തർസോസ് എന്ന് പറയുന്ന സ്ഥലത്തിന് ആ പേർ വരാൻ കാരണം അവിടെ വിറ്റഴിക്കപ്പെടുന്ന വിലപിടിപ്പുള്ള ഒരു ആഭരണം നിർമ്മിക്കുന്ന ലോഹത്തെ ആസ്പദമാക്കിയാണ്. ആ ലോഹത്തിൻ്റെ മലയാളത്തിലെ പേര് ഗോമേതകം എന്നാണ്. അതിന് ഗ്രീക്ക് മൂലങ്ങളിൽ ടാസിസ്റ്റൻ എന്ന് കാണുന്നു. ഈ ടാസിസ്റ്റോൺ എന്നറിയപ്പെടുന്ന ഗോമേതക കല്ലുകളുടെ ക്രിസ്റ്റലുകൾ കിട്ടുന്ന ഇടമായിരുന്നു ഈ തർസോസ്. അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്ന വലിയ ജുവലറികളും അത് വിറ്റഴിക്കപ്പെടുന്ന ഇടങ്ങളും ഒക്കെയായി വളരെ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സമ്പന്ന നഗരമായിരുന്നു ഈ തർസോസ് എന്നറിയപ്പെടുന്നത്. വീണ്ടും കൊണ്ട് ഒരു കാര്യം, ഈ തർസോസിലൂടെ മെഡിറ്ററേനിയൻ കടലിൽ വന്ന് പതിക്കുന്ന ഒരു നദി ഉണ്ടായിരുന്നു. ആ നദിയുടെ പേര് സിഗ്നസ് എന്നായിരുന്നു. ഈ സിഗ്നസ് ലോകത്തിലെ തന്നെ തണുപ്പേറിയ നദികളിൽ ഒന്നായിരുന്നു. ഈ തണുപ്പേറിയ നദിയിലൂടെ ചെറിയ കപ്പലിൽ, പായ്ക്കപ്പലിൽ യാത്ര ചെയ്ത് ആളുകൾ 10 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് മെഡിറ്ററേനിയനിലൂടെ കടന്ന് ഈ ഭൂപ്രദേശത്തെത്തുകയും ഇതൊരു സുഖവാസ കേന്ദ്രമായി പരിണമിക്കുകയും ചെയ്തിരുന്നു. ഈജിപ്തിൽ നിന്ന് ചരിത്രപ്രസിദ്ധനായ ആന്റണിയും ക്ലിയോപാട്രയും ഒക്കെ ഈ നൗകാശികത്തിലൂടെ ഇതുവഴി വരികയും സുഖവാസ കേന്ദ്രമായി ഇവിടം തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് തർസോസിന്റെ പ്രത്യേകത. തണുപ്പേറിയ ജലമാണ്. ഇതൊന്നുമല്ല, ഈ സ്ഥലത്തെ പ്രസിദ്ധമാക്കുന്നത് മറ്റൊരു സുപ്രധാന കാരണമുണ്ട്. ആ കാരണം നമുക്കറിയാം. ഉലകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി ഇന്ത്യയുടെ പാതി വരെ യുദ്ധം ചെയ്തു എന്ന മഹാനായ അലക്സാണ്ടറെ നമുക്ക് ഓർമ്മയുണ്ട്. അലക്സാണ്ടർക്ക് ആ യാത്രയിൽ വലിയ ദുരിതങ്ങളെ നേരിടേണ്ടി വന്നു. പല ചരിത്രങ്ങൾ അദ്ദേഹത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിലൊന്ന്, അദ്ദേഹത്തെ ഒരു കൊതുക് കടിച്ചെന്നും അദ്ദേഹം രോഗാതുരനായെന്നും പനി ബാധിച്ചെന്നും ആ പനി വല്ലാത്ത തീഷ്ണമായ അവസ്ഥയിൽ എത്തി നിൽക്കെ ഒരു വിനോദസഞ്ചാരത്തിന് പോയെന്നും ആ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ഈ പറയുന്ന സിഗ്നസ് നദിയിലൂടെ കപ്പലിൽ, അന്നത്തെ പായ്ക്കപ്പലിൽ യാത്ര ചെയ്ത് പരിവാരങ്ങളും ഒത്തു വരുന്ന വഴിക്ക് ആളുകൾ ഈ വെള്ളത്തിൽ ചാടിക്കുളിക്കുന്നത് കണ്ട് അദ്ദേഹം പനിയുള്ള ഘട്ടത്തിൽ ഈ വെള്ളത്തിൽ ചാടിക്കുളിക്കാൻ തയ്യാറെടുത്തു എന്നുമാണ്. അങ്ങനെ പനിനീര് പൂശി ഈ വെള്ളത്തിൽ ചാടിക്കുളിക്കുന്ന വഴിക്ക് പനി മൂർച്ഛിക്കുകയും രോഗാതുരനായ അദ്ദേഹം പിന്നീട് ബാബിലോണിലേക്കുള്ള യാത്രാമധ്യേ വളരെ പെട്ടെന്ന് മരിച്ചു എന്നുമാണ് ചരിത്രം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മഹാനായ അലക്സാണ്ടറുടെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ കുളി നമ്മുടെ പൗലോസിൻ്റെ നാട്ടിൽ വെച്ചായിരുന്നല്ലോ അവസാനത്തെ കുളി. ഇപ്പം ഞാൻ അവിടെ നിന്നൊരു എൻ്റെതായ ഒരു വ്യാഖ്യാനം പറയാനുണ്ട്. എന്താണെന്നറിയണ്ടേ? വളരെ ചിന്താർഹമായൊരു കാര്യമാണ്. അതായത് അലക്സാണ്ടർ ലക്ഷ്യം ഉലകം മുഴുവൻ വെട്ടിപ്പിടിക്കുകയായിരുന്നു. 25,000 ബാൽക്കൻ കുതിരപ്പടകൾ, 50,000 വരം വരുന്ന ഗ്രീക്ക് കുതിരപ്പടകൾ, അതിശക്തമായ ആയുധശേഖരം കയ്യിലുള്ള അന്നത്തെ കരുത്തനായ ചക്രവർത്തി. അറിവിൻ്റെ ആശയങ്ങളുടെ തികവായിരുന്നു ആ മനസ്സ്. യുദ്ധതന്ത്രജ്ഞത, മഹാമേരുവിനെയും കീഴടക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ മനസ്സ്, ചിട്ടതെറ്റാത്ത പട്ടാളം, എപ്പോഴും ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന കരുത്തന്മാരായ ചാരപ്പടകൾ, ഇതൊക്കെ സ്വന്തമുള്ള ഈ രാജാവ്
ജീവിതത്തിന്റെ 33-32 വയസ്സ് മാത്രം പ്രായമുള്ള നിറയൗവനത്തിൽ ഈ യാത്രയ്ക്ക് അന്ത്യം കുറിക്കുന്നത് ഈ പൗലോസ്ലീഹയുടെ നാട്ടിലെ സിക്നസ് എന്ന് പറയുന്ന ആ നദിയിൽ കുളിച്ച് ആ നദിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഏറ്റവും അവസാനമായി ഇഹലോകം വിട്ടുപോകാനുള്ള ആ സ്ഥിതിവിശേഷം സംജാതമാകുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഭാവനയിൽ കണ്ടെത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. വളരെ ബാല്യം മുതൽ ഈ തണുപ്പേറിയ നദിയിൽ ചാടിക്കുളിച്ചും കളിച്ചും ജീവിച്ചു വന്ന ഒരു പാവം മനുഷ്യനുണ്ട്, പേര് പൗലോസ്. അദ്ദേഹം ഉലകത്തെ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി. ഒരിക്കലായി ഉലകത്തെ വെട്ടിപ്പിടിക്കാൻ കയ്യിൽ 1 രൂപയുടെ നാണയത്തൊട്ടില്ലാതെ, സഞ്ചരിക്കാൻ ഒരു കുതിരയും കഴുതയും സ്വന്തമില്ലാതെ, കൂടെ നടക്കാൻ കുതിരപ്പടയില്ലാതെ ഒറ്റക്കൊരുവനായി യാത്ര തിരിച്ച് 3 പതിറ്റാണ്ട് കൊണ്ട് ഉലകത്തെ മുഴുവൻ യേശുവിന് വേണ്ടി വെട്ടിപ്പിടിച്ചിട്ട് ഒടുവിൽ പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇതാ അലക്സാണ്ടർ കുതിരപ്പടയും അലക്സാണ്ടർ ശക്തമായ സേനകളും തോറ്റു മന്ദീഭവിച്ചു മരവിക്കുന്ന നാട്ടിൽ സുവിശേഷത്തിന്റെ അജയ്യമായ കൊടി വീണ്ടും ഉയരുന്നു എന്നുള്ള ഒരു സത്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ സുവിശേഷത്തിന്റെ വചനം അകത്തും പുറത്തുമിരുന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി വളരെ കൃത്യതയോടെ പറയട്ടെ, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അജയ്യമായ നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഏത് മഹാനേരുവിനെയും തച്ചുടയ്ക്കുന്ന, ഉലകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന അജയ്യനായ ചക്രവർത്തിക്കും മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നെങ്കിൽ മരണത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരൊറ്റ മാർഗം യേശുവിന്റെ മാർഗമാണ്. മരണത്തെ കണ്ട് ഭയമില്ലാത്ത ആ ദൈവപുത്രനെ ഈ രാത്രി കർത്താവും രക്ഷിതാവുമായി കേൾക്കുന്നവരുടെ മുമ്പിൽ വരച്ചു കാട്ടിക്കൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. മുഴു ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു മാത്രം. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠകരമായ വിമോചനത്തിന്റെ വഴി യേശുക്രിസ്തു മാത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളിയ ആ ദൈവപുത്രനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഉയർത്താം. ഹല്ലേലൂയ. യേശു കർത്താവ് ഉയർത്തപ്പെടുന്ന ഇടത്ത് ഇരുട്ടിന്റെ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കർത്താവ് ഉയർത്തപ്പെടുന്ന ഇടത്ത് മരണഭീതിക്ക് പിടിച്ചു നിൽക്കാനാവുകയില്ല. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ഇടത്തും യേശുവിന്റെ രക്തത്തിന് പ്രവർത്തിക്കാൻ ഒരിടം കൊടുക്കാൻ ആർക്ക് മനസ്സുണ്ട്? എല്ലാ വഴികളും അടഞ്ഞു പോകുന്ന ഇടത്ത് ഇതാ ഞാൻ തന്നെ വഴിയെന്ന് അരുളി ചെയ്തവൻ, തെറ്റുപറ്റാത്തവൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശബ്ദമെങ്കിൽ കാതുകൂർപ്പിച്ച് നമുക്ക് അവന്റെ ശബ്ദം കേൾക്കാം. ഈ രാത്രി കാതുകൂർപ്പിച്ച് ഹൃദയം തുറന്ന് അവന്റെ ശബ്ദം കേൾക്കാൻ ആർക്ക് മനസ്സുണ്ട്? തങ്കലേകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മുടെ മധ്യേ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം നമ്മളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് രോഗശാന്തിയാണ്. ദൈവത്തിന്റെ വചനം തകർന്നടിഞ്ഞ ജീവിതത്തിന്റെ പ്രതീക്ഷകൾക്ക് പുത്തൻ ഉണർവാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് കരുത്താണ്. ഈ കരുത്തോടെ, ഈ ശക്തിയോടെ, ഈ ബലത്തോടെ നമുക്ക് യേശുവിനെ സ്പർശിച്ചിട്ട് പറയാം, അങ്ങയിൽ നിന്ന് ഇതാ ശക്തി പുറപ്പെടുന്നു. ഇതാ അങ്ങയിലെ ശക്തി ഞങ്ങൾ ആസ്വദിക്കുന്നു. അങ്ങയുടെ ശക്തി അഭിഷേകമായി, ദൈവകൃപയായി, വിവരിക്കാനാവാത്ത ആത്മനിറവിന്റെ അനുഭവമായി ഞങ്ങളെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പൗലോസ് അവിടെ നിന്ന് ജീവിതം ആരംഭിക്കുകയാണ്. കടുകട്ടിയായ ഒരു തീവ്രവാദി. അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു 30 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. ആ സംഭവമൊക്കെ നമുക്കറിയാം. ആ ജീവിതയാത്രയിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം എന്നത് വളരെ ചിന്തനീയമാണ്. അദ്ദേഹം, ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ, ഈ സുവിശേഷത്തെ ഒന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനൊരു കാരണമുണ്ട്. സുവിശേഷത്തിൻ്റെ ആദ്യകാല വക്താക്കളെല്ലാം കുറെ പാവം മനുഷ്യരായി, പേരും പെരുമയുമില്ലാത്ത ഗലീലിയക്കടൽ തീരത്ത് ജീവിച്ചു പോകുന്ന ഒരു പറ്റം പത്രോസും മത്തായിയും മാർക്കോസില്ല, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ് ആദ്യം. പിന്നെ മാർക്കോസൊക്കെ വരുന്നത്. തന്നിൽ യേശുവിനൊപ്പം അന്നും ചില കരുത്തന്മാരൊക്കെ വന്നതാണ്. അതിലൊരാൾ നമ്മുടെ നിക്കോദിമോസായിരുന്നു. യേശു പക്ഷേ തൻ്റെ കൂടെ എടുത്തില്ല. എന്തായിരിക്കും നിക്കോദിമോസിനെ എടുക്കാത്തതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാനുണ്ടേ പറഞ്ഞാൽ എനിക്ക് വേണ്ടി ആ നിക്കോദിമോസിനെ എടുക്കാൻ. കാരണം നിക്കോദിമോസിനെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ലായിരുന്നു. അയാൾ വലിയ കരുത്തനാണ്. നമ്മൾ ഓടിയാൽ ഒപ്പം എത്തുകയില്ല. കൃപയുടെ ശക്തി എന്തെന്ന് തെളിയിക്കാനാണ് അവൻ നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തേക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കൃപയുടെ വലിപ്പം ഒന്നും പോരാനും പറയാനും ഇല്ലാത്ത നമ്മെ തമ്പുരാൻ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? നിക്കോദിമോസിനെ വെട്ടിക്കളഞ്ഞൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച്, നിക്കോദിമോസും പത്രോസും കൂടെ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലത്ത് സ്വാഭാവികമായിട്ട് നിക്കോദിമോസിനാണ് പരിഗണന കിട്ടേണ്ടത്.
കർത്താവ് പറഞ്ഞു, കുഞ്ഞ് പോയിട്ട് രക്ഷിക്കപ്പെട്ടിട്ടൊക്കെ വാ, പൊക്കോ, വീണ്ടും ജനിച്ചിട്ടൊക്കെ നമുക്ക് കാണാം. പുള്ളി വിഷണനായിട്ട് പോയി. അവിടെയാ പത്രോസിനെ നിർത്തിയത്. പത്രോസ് അമ്പരന്ന് പോയി. അപ്പോൾ പത്രോസ് അമ്പരക്കാൻ കാരണം കൃപയുടെ വലിപ്പം ഓർത്താൻ. ഇനി ആർക്കെങ്കിലും ആ കൃപയുടെ ആഴം മനസ്സിലായില്ലെങ്കിൽ അവിടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും ശ്രേഷ്ഠത എന്തെന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ നാവിലൂടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവൻ ചെയ്യാൻ പോകുന്ന വലിയ കൃത്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അമ്പരന്ന് പോകുന്ന കാലം ഇതാ സമാഗതമാകാൻ പോകുകയാണ്. യോങ്കിച്ചോടെ പുസ്തകം വായിച്ചിട്ടും അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും മഹാന്മാരെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടും നമ്മൾ അയ്യോ ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുമോ എന്ന് ഇനി ചിന്തിക്കുന്ന നാളല്ല. നമ്മിലൂടെയും ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് തിരിച്ചറിവില്ലേ. നമ്മുടെ പ്രാർത്ഥന അർത്ഥവത്താക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ ആസ്വദിച്ചറിയാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമുക്ക് പൗലോസിലേക്കൊന്ന് വരണം. ശ്രദ്ധിക്കണേ, ഇസ്രയേലിലെ ഒരു രീതി അനുസരിച്ച് ഒരാൺകുട്ടി 3-4 വയസ്സിനുള്ളിൽ പഠിക്കാൻ കൊണ്ടിരുത്തും. ചെറുപ്പം പോലെ വീട്ടിൽ പഠിക്കും, പിന്നെ ഈ കലാലയത്തിൽ കൊണ്ട് വിടുകയാണ്. നമ്മളൊക്കെ പണ്ട് നിലത്തെഴുതുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളവരില്ലേ നിലത്തെഴുത്തൊക്കെ. ചിലർക്ക് സമ്മതിക്കാൻ മടി, അത്രയും പ്രായമുണ്ടെന്ന് സമ്മതിക്കാനൊരു മടി കൊണ്ടാണ് നിങ്ങൾ കൈ പൊക്കാൻ നേരത്തെ എന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? നിലത്തെഴുതിയിട്ടൊന്നുമില്ല, ഓല പഠിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാൻ നിങ്ങൾ മടി കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എനിക്കത്രയൊന്നും പ്രായം ആയിട്ടില്ലെന്നുള്ള ഒരു എൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടെ വന്നപ്പോൾ കണ്ടു. അങ്ങേരെന്നെ പണ്ട് കണ്ടിട്ട് പോകുന്നില്ലേ. അപ്പോൾ അതേ ആകപ്പാടെ എന്നോട് പറഞ്ഞു, എന്തോ പറ്റിയോളൂ ആകപ്പാടെ ഇയാൾ തലയൊക്കെ നരച്ച് ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞു. നമ്മൾ ക്ഷീണിച്ചു, തല നരച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും. അത് മാറാനൊരു വിദ്യയുണ്ട്. അയാളെ തിരിച്ചൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ ആ വിഷമം അങ്ങ് മാറും. മനസ്സിലായില്ലേ? ഒരാൾ നമ്മോട് പറയാ, ചെറുപ്പത്തിൽ നമ്മൾ കണ്ട് വിരിഞ്ഞാൽ നീ ആപ്പാടെ എന്ത് പറ്റി ഇത്രയും ക്ഷീണം എന്ന് പറയുമ്പോഴേക്ക് പുള്ളിയെ നോക്കിയാൽ മതി, പുള്ളിയെ ക്ഷീണിച്ചായിരിക്കുന്നത്. അപ്പം നമുക്കൊരു ബലം അങ്ങനെ വരും, നമ്മൾ മാത്രമല്ല എന്നോർത്തല്ലേ. ഏതായാലും നമ്മൾ ഈ എഴുത്തൊക്കെ പഠിക്കുന്ന ആ ചെറുപ്രായത്തിൽ കൊണ്ട് പൗലോസിനെ കലാലയത്തിലിരുത്തി. ഇദ്ദേഹം ഒരു ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ഞാനോർത്തു, എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും പഠിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആവശ്യമുള്ളത് പഠിക്കാൻ പോരെ, ആവശ്യമില്ലാത്തത് പഠിക്കാറില്ലല്ലോ. ഞാനൊരിക്കൽ അവിടുത്തെ ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ഒരു സഹോദരനുണ്ട്. അയാൾ ഈ വലിയ ആയോധന കല, ഈ മാർഷൽ ആർട്സ്, അതാണ് ആയോധന കല, അത് പഠിപ്പിക്കുന്ന ആളായിരുന്നു. കുങ്ഫു കരാട്ടയൊക്കെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇത് പറഞ്ഞ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ഇങ്ങനെ വല്ലതും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇത് പഠിച്ചാൽ വേസ്റ്റ് ആകുമല്ലോ, ഞാനാണ് ഇത് ആർക്കിട്ട് പ്രയോഗിക്കാനാണ്. വീട്ടിൽ പ്രയോഗിച്ചാൽ അതിന് വേറെ കേസ്. ഇത് പഠിച്ചിട്ടെങ്കിലും പ്രയോഗിക്കുക എന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലേ. അതുകൊണ്ട് ചില ആളുകൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് പാസുമാർ ദേഹത്ത് പ്രയോഗിക്കുന്നുണ്ടല്ലോ, നാട്ടുകാർ ഒത്തിരി പേര്. ഇന്ന് വിജയിക്കുവാണ്, നമ്മളാകുമ്പോൾ തിരിച്ചൊന്നും പ്രതികരിക്കുകയല്ലോ എന്നോർത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാണ് ഇത് പഠിച്ചിട്ട്. അന്നേരം പുള്ളിക്കാരെ ഒരു ഒഴിവിന് ഇത് നല്ലതാണ്, അത്യാവശ്യമൊക്കെ പഠിക്കുന്നത്. ഒരടി വന്നാൽ ഞാൻ പറഞ്ഞപ്പോൾ ഒഴിയാനിപ്പോൾ ഇത്രയും വേണ്ട, നമുക്കിത് എത്രയോ പരിപാടി അറിയാം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പരിപാടി വന്ന വണ്ടിക്ക് പോവുകയില്ല, പോയ വണ്ടിക്ക് വരികയില്ല, വന്ന വഴിക്ക് പോകത്തില്ല, ഭയങ്കര പരിപാടി, അങ്ങനെയൊന്നും പിടികിട്ടുകയില്ല. അപ്പോൾ അവസാനം പുള്ളി ചോദിച്ചു, ഇതൊക്കെ ആണെങ്കിലും ഈ തെറുപ്പുവാൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാനതൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ പരിപാടി എന്നാന്നറിയാം, ഈ ചിത്രകഥയിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ വീശി വിടുമ്പോൾ ചെന്ന് തല കൊയ്ത് പോരുന്ന സാധനമാണ്. ഇതിനൊരാൾ വെട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ, അത് വെട്ടിയെന്ന് വിചാരിക്കുക, നമ്മുടെ വിധി ഇത്രയായിരുന്നൊക്കെ നമ്മളങ്ങ് വിചാരിക്കുമല്ല, എന്താ? അദ്ദേഹം പറഞ്ഞല്ല, അത് നേരിടാൻ പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തോ? ആരെങ്കിലും തെറുപ്പുവാളിനെ വെട്ടിയാൽ ഓലമടൽ കൊണ്ട് വിലങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ, എനിക്കത് വളരെ പ്രയോജനപ്പെട്ടു. ഇനി ആരെങ്കിലും എന്നെ തെറുപ്പുവാൾ വെച്ച് വെട്ടിയാൽ ഞാൻ പറയും, നിക്ക് ഞാൻ ഓലമടൽ വെട്ടിക്കൊണ്ട് വരട്ടെന്ന് പറയും. കൊള്ളാം, അഭ്യാസമൊക്കെ ഇത്രേ ഉള്ളൂ അല്ലേ? എന്തിനാണ് പറഞ്ഞെന്നറിയണ്ടേ? ഈ പൗലോസ് എന്തിനാന്നേ പോയി ന്യായപ്രമാണം പഠിക്കുന്ന പരിധി വിട്ട്? എത്ര ന്യായപ്രമാണം പഠിച്ചാലും Paul, you will not become a priest. You can be a priest. നിങ്ങൾക്ക് പ്രീസ്റ്റ് ആയാൻ ഒക്കില്ലെന്ന്. പ്രീസ്റ്റ് ആകാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. പഠിപ്പൊക്കൊണ്ട് കുപ്പായം തരികയില്ല.
നടക്കൂല. പിന്നെ എന്തിനാ പഠിക്കുന്നേ? പിന്നിത് പഠിക്കേണ്ട ഒരാളുണ്ട്, രാജാവാണ്. ആവർത്തന പുസ്തകം കൃത്യമായി എഴുതി, നിന്റെ ദൈവമായ യഹോവ നിനക്കൊരു രാജ്യം തരുന്ന ഇടത്ത് ഒരു രാജാവിനെ വാഴിക്കുമ്പോൾ അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രതി സ്വന്തം കൈകൊണ്ട് എഴുതിയെടുക്കണം. പഠിക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യമില്ല, അത് യഹൂദ ഗോത്രത്തിനാണ് അല്ലേ? പിന്നെ എന്തിനായിരിക്കണം ഈ ബെന്യാമീൻ ഗോത്രക്കാരൻ ഇത് പഠിച്ചേ? അവർക്ക് ഉയരാൻ പറ്റിയ പരമാവധി പദവി സന്നിധിയിൽ എന്ന് പറയുന്നൊരു കൗൺസിലുണ്ട്. ന്യായാധിപന്മാർ ഒത്തുകൂടുന്നൊരു സംഘമാണ്. അവിടുത്തെ ലോയേഴ്സിന്റെ സ്ഥലമാണ്. അല്ലെങ്കിൽ സോളിസിറ്റേഴ്സ് ഒത്തുകൂടുന്ന, അറ്റോർണിമാർ ഒത്തുകൂടുന്ന ഒരു ചേംബറാണ്. ആ ചേംബറിൽ അഭിപ്രായം പറയാൻ എഴുതിട്ട് നിന്ന് വാദിക്കാം. നിയമത്തെ നിയമം കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ആ പൊതുസ്ഥലത്ത് പോയി അവിടെ പരമാധികാരികളുടെ സ്റ്റാറ്റസിൽ ഇരിക്കാം. പക്ഷേ ആത്യന്തിക വിധി പുരോഹിതൻ പറയും. പുരോഹിതനാണ് അവിടുത്തെ സുപ്രീം കോർട്ടിലെ ആ ഫൈനൽ വിധി പറയുന്ന ആള്. 70 അംഗങ്ങളടങ്ങുന്ന ന്യായാധിപ സദസ്സ് വരെ നിനക്ക് വരാൻ പറ്റൂ. ഇവിടെ വരെ വരാൻ വേണ്ടി ഇത്രയും പഠിക്കണം. മനസ്സിലായോ? നമ്മുടെ നാട്ടിലൊക്കെ ഈ PSCയുടെ ക്വസ്റ്റ്യൻ, ഇവിടുത്തെയൊക്കെ രീതി എനിക്കറിയില്ല. ഈ പോസ്റ്റിൽ കയറുന്ന ആളിനോട്, ലൈമാനായിട്ട് ജോലിക്ക് എടുക്കുന്നതിനോട് ചോദിക്കുന്ന ചോദ്യം, അയർലൻഡിൻ്റെ പതാകയുടെ കളർ എന്തിനാണ്? ഇതെന്തിനാ? ഈ തൊഴിലുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ ഫ്ലാഗിൻ്റെ കളറ് പഠിച്ചിട്ട് അവിടുത്തെ പോസ്റ്റ് എങ്ങനെ ശരിയാക്കുന്നൊരു പിടിയും കിട്ടുന്നില്ല. മനസ്സിലാവുന്നോ? PT ഉഷയ്ക്ക് ഏത് ഓട്ടത്തിൽ വെച്ചാൽ മെഡൽ നഷ്ടപ്പെട്ടു പോയെന്ന് ഈ ലൈൻമാൻ പഠിക്കുന്ന എന്തിനാന്നൊരു പിടിയും കിട്ടുന്നില്ല. പോസ്റ്റ്മാൻ എന്തിനാണിത് പഠിക്കുന്നത് മനസ്സിലാകുന്നില്ല. പെലയുടെ എത്രാമത്തെ അവസാനത്തെ ഗോൾ, അവയുടെ എത്രാമത്തെ ആയിരുന്നു ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ഇയാളോട് എന്തിനു ചോദിക്കുന്നു പിടികിട്ടുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് വേണ്ട ചോദിക്കാൻ. ഇതിനായി പറഞ്ഞേ പോട്ടെ. ഞാൻ പറഞ്ഞതേ, പോൾ ഇതൊക്കെ പഠിച്ചു. പോൾ എന്തിനായിരിക്കും പഠിച്ചേ? എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയാം. യഹൂദ ഗോത്രക്കാരാണ് ലേവ്യര് കഴിഞ്ഞാൽ ഏറ്റവും അധികം പഠിക്കുന്നത്. ഒന്നാമത് ലേവ്യന്മാർ, രണ്ടാമത് യഹൂദ ഗോത്രക്കാർ. കാരണം അവർ രാജാക്കന്മാരോ ആ രാജകുലത്തിൽപ്പെട്ടവരോ ആണ്. ഈ ബെന്യാമിൻ ഗോത്രക്കാർ ഇത് എന്തിനു പഠിക്കുന്നു? കാരണമുണ്ട്. കാരണത്തിലേക്ക് വരാം. ഈ ബെന്യാമിൻ ഗോത്രക്കാരും യഹൂദ ഗോത്രക്കാരും ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴും മത്സരമാണ്. പലതരം പ്രശ്നമാണ്. ലേവ്യരായിട്ടല്ലെന്നേ. ലേവ്യരോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്താൽ ലഭിച്ച അധികാരമാണ്, സമ്മതിച്ചു, നിങ്ങളാണ് പുരോഹിതന്മാരാകേണ്ടത്. പക്ഷേ രാജാവാകാൻ ഞങ്ങൾക്കൊരു റൈറ്റ് ഉണ്ട്. എന്താ റൈറ്റ്? ഇസ്രയേലിൻ്റെ രാജ്യത്വം, മൊണാർക്കി, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് യഹൂദ ഗോത്രക്കാരിലൂടെ അല്ല, ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിലൂടെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് നാളെ ഒരിക്കൽ രാജ്യം കിട്ടിയാൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഞങ്ങൾ ചിലത് പഠിച്ചു വെക്കുകയാണ്, ഞങ്ങൾ ചിലത് ഗ്രഹിച്ചു വെക്കുകയാണ്. അവിടെ നമുക്കറിയാം, വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത ആശയങ്ങളിൽപ്പെട്ട ആളുകൾ ഒരു പൊതുവേദിയിൽ വന്നിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന പലതരം ചിന്തകളുടെ ബഹിസ്ഫുരണമുണ്ടാകും. ലേവ്യരും യഹൂദ ഗോത്രക്കാരും ബെന്യാമിൻ ഗോത്രക്കാരും ഒരുമിച്ച് കൂടുന്ന കലാലയങ്ങളിൽ വെച്ച് പൗലോസിന്റെ ഉള്ളിൽ ഒരു വലിയ വൈരാഗ്യം കിടപ്പുണ്ട്. എന്താണ് വൈരാഗ്യം? ഞങ്ങളുടെ പിതാമഹനായ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ ഓടിച്ചു വിട്ടിട്ട് രാജ്യത്വം പിടിച്ചു വാങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് പരമ്പരയായി കിട്ടേണ്ട രാജ്യത്വം പിടിച്ചു വാങ്ങിയ ഒരു കൂട്ടരാണ് ആര്? യഹൂദ, അല്ലെ ദാവീദിന്റെ മക്കൾ. പിടികിട്ടിയോ? അങ്ങനെ ദാവീദിന്റെ മക്കളും ബെന്യാമിൻ്റെ മക്കളും ചരിത്രത്തിൽ നല്ല അടിയാണ്. ഉശിരനടി, അടി മൂത്ത് ശൗലിൻ്റെ പരമ്പരയിലൊരു ഇളമുറക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഒരുവൻ ഇവിടെ നിൽക്കുന്നു. പേര് ശൗൽ. വല്യപ്പൻ്റെ പേരാ. ഇതാ ദാവീദിന്റെ ഗോത്രത്തിലെ ഇളമുറക്കാരൻ രാജ്യത്തിന് അർഹതപ്പെട്ടു എന്ന് ലോകം കരുതുന്ന മറ്റൊരാൾ വേറെ ആരുമല്ല, കർത്താവായ യേശുക്രിസ്തു. വൈരാഗ്യം വരാൻ കാരണം മനസ്സിലായോ? പ്രധാനം, ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം അപഹരിച്ച്, ഞങ്ങളെ ഉന്മൂലനം ചെയ്തിട്ടേ, ഞങ്ങളുടെ പിതാവിന്റെ പക്കൽ നിന്ന് കിരീടം പിടിച്ചെടുത്തിട്ടേ
ദാവീദ് പുത്ര എന്ന് ആളുകൾ വിളിച്ചു വിളിച്ച് ആഘോഷിക്കുന്ന ദൈവപുത്രനായ യേശുവിനെ കാണുമ്പോഴൊക്കെ പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു അറപ്പ്, ഈ മാർഗത്തോടൊരു വെറുപ്പ്. സ്തോത്രം. വല്ലാത്ത വൈരുദ്ധ്യം, അകലാൻ വലിയൊരു വെമ്പല്. അയാൾ യേശുവിനെ നേരിട്ട് കണ്ടോന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ കേട്ടു ഇങ്ങനൊരാൾ. ഒടുക്കം ഭരണകൂടം നിശ്ചയിച്ചു യേശുവിനെ ക്രൂശിക്കാൻ. നമുക്കതറിയാം. ക്രൂശീകരണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിലെ ചിന്ത, ഇനിയൊരു ശല്യവും ഒഴിഞ്ഞുപോയി, ഇനി പ്രശ്നമൊന്നുമില്ല, ഇതോടെ തീർന്നു എന്നാണ്. നമ്മുടെ എല്ലാം ചിന്ത ചില കാര്യങ്ങൾ തീർക്കുമ്പോൾ അതങ്ങ് തീർന്നു എന്നൊന്നുമല്ല, വലിയ പ്രയാസങ്ങൾ അടുത്തടുത്ത ഘട്ടഞ്ഞു വരിക അല്ലേ. എന്തു പറ്റി? ധന്യനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അനന്തരം പൗലോസും കൂട്ടരും സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് ക്രൈസ്തവ സഭ വളർന്നു. ഭയപ്പെടുത്തി അവരെ ഉന്മൂലനം ചെയ്യാനൊന്നും കഴിയാതെ വന്നു. ഇന്ത്യ മഹാരാജ്യത്ത്, മണിപ്പൂരിൽ, ഹരിയാനയിൽ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ക്രൈസ്തവ മാർഗത്തെ ഉന്മൂലനം ചെയ്യാൻ പടപ്പുറപ്പാട് നടത്തിക്കൊണ്ട് ഭരണകൂടം ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യേശുവിന്റെ മാർഗം അവിടെ തോറ്റുപോകുമെന്ന്? പാടെ ഈ രാജ്യത്ത് നിന്ന് ഈ നാമത്തെ ഉന്മൂലനം ചെയ്യാൻ പണിയെടുക്കുമ്പോൾ അങ്ങനെ തുടച്ചു മാറ്റാൻ പറ്റുന്നതൊന്നുമല്ലിത്. കാരണം ജീവിച്ചിരുന്ന ക്രിസ്തുവിനേക്കാൾ കരുത്തനായിരുന്നു മരിച്ചടക്കപ്പെട്ടവൻ. പിറവി കൊണ്ട ക്രിസ്തുവിനേക്കാൾ കരുത്തനായിരുന്നു ക്രൂശിൽ കിടന്നവൻ. വെള്ളത്തിന്മീതെ നടന്ന ക്രിസ്തുവിനേക്കാൾ കരുത്തനായിരുന്നു ക്രൂശിൽ കിടന്നവൻ. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ക്രിസ്തുവിനേക്കാൾ കരുത്തനാണ് ക്രൂശിൽ കിടക്കുന്നവൻ. ലാസറിനെ ഉയർപ്പിച്ച ക്രിസ്തുവിനേക്കാൾ കരുത്തനാണ് ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു. എന്താണ് കാരണം? അവന്റെ മരണത്താൽ ഉലകത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങേണ്ട അമൂല്യമായ ദ്രവ്യമാണ് അവന്റെ ശരീരത്തിൽ ഓടിയിരുന്ന രക്തം. അത് മുഴുവൻ മനുഷ്യരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ചൊരിഞ്ഞപ്പോൾ നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ രക്തം കൊടുത്തവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. ആ വലിയ പ്രക്രിയ സംഭവിച്ച, രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ദൈവമക്കൾക്ക് ആ കൂടൊരു കഴിവും കിട്ടി, ധൈര്യം. ഹല്ലേലൂയ. ധൈര്യം എന്നത് പറയുന്നതും ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണെന്നേ. ചിലർക്ക് ഈ സത്യം അറിഞ്ഞിട്ട് അതിനുവേണ്ടി നിൽക്കാൻ മനസ്സുണ്ട്, പക്ഷേ ചിലർ ഭയപ്പെടുത്തിയാൽ തിരിച്ചു പോരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത ഉണ്ടോ. ഒരു പുരോഹിത ശ്രേഷ്ഠൻ, അദ്ദേഹത്തിന് മനസ്സിലായി സ്നാനമെന്നുള്ളത് തളിച്ചും മുക്കിയൊന്നും ചെയ്യേണ്ടതല്ല. അദ്ദേഹം ജലാശയത്തിൽ ഇറങ്ങി സ്നാനം നൽകുന്നു. സ്നാനത്തിൻ്റെ വാഗ്ദത്തമൊക്കെ തൻ്റെ അറിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ചോദിച്ച് മാന്യമായ വിധത്തിൽ ആ സ്നാനം നടത്തി, തൻ്റെ അറിവിനനുസരിച്ച് നടത്തി. അവരെ കയറ്റിവിട്ടു. സഭ ശാസിച്ചു. ഞാൻ ബഹുമാനപ്പെട്ട പുരോഹിത ശ്രേഷ്ഠനോടും അദ്ദേഹത്തെ ശാസിച്ച സമൂഹത്തോടും എനിക്ക് വൈരാഗ്യമില്ല, ഒന്ന് പറയാതെ വയ്യ. പുരോഹിതന്മാർ ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായം പറഞ്ഞെന്ന് വിചാരിക്കുക. ഉദാഹരണം, ഏതെങ്കിലും പുരോഹിതൻ പറയുകയാണ്, ഈ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം ദൈവികമാണെന്ന് തോന്നുന്നില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ സഭ നടപടിയൊന്നും എടുക്കുകയില്ല. യേശുവിൻ്റെ വീണ്ടും വരെ ഒരു സങ്കല്പമാണ്, ഹൃദയത്തിലാണെന്ന് ഒരാൾ പറഞ്ഞാലും അവിടെ വിഷയമൊന്നുമില്ല. എനിക്കങ്ങനെ അറിയാം ആളുകളെ. മറ്റേ ഏതെങ്കിലും ഒരാൾ പറയുകയാണ് യേശു അത്ഭുതം ചെയ്തു എന്ന് പറയുന്നതിന് തെളിവില്ല എന്ന് പറയുക. എന്തിന്? നമുക്കറിയാം, പ്രമുഖരായ പലരും ഇതുപോലത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഭ ഒരിക്കലും അത് തിരുത്താൻ പോകത്തില്ല. കുറേ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ ശുശ്രൂഷാരംഗത്ത് വിശുദ്ധ തിരുവെഴുത്തിനോടും വിശുദ്ധ പാരമ്പര്യങ്ങളോടും അപ്പോസ്തോലിക അധ്യയനത്തോടും യേശുവിൻ്റെ വാഗ്ദത്തങ്ങളോടും അവിടുത്തെ പഠിപ്പിക്കലിനോടും ഏറെ കൃത്യമായി നിൽക്കുന്ന നിമജ്ജന സ്നാനം നൽകിയപ്പോൾ ഇത് ആശാസിച്ചു. ആ പുരോഹിതൻ ഭയപ്പെട്ടുപോയി. അദ്ദേഹം പരസ്യമായി ക്ഷമ പറഞ്ഞു. പ്രിയർ ഓർക്കണം, ഇവിടെയാണ് വചനം പറയുന്നത്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒറ്റയ്ക്ക് വീട് വിട്ട് യേശുവിനെ അനുഗമിച്ച നിരവധി ജീവിതങ്ങളെ ഞാനിന്നിവിടെ കാണുകയാണ്. ഈ ശബ്ദം കേൾക്കുന്നവർക്കിടയിൽ ഏകരായ യേശുവിനെ കണ്ടിറങ്ങിയ നിരവധി സഹോദരി സഹോദരന്മാരെ കാണുകയാണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എന്താണ്ടേ, ഈ പൗലോസിലേക്ക് തന്നെ വരാം. അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഈ സന്നിധിൻ്റെ സംവിധാനം ഞാനൊന്ന് പറയാം. സന്നിധിയിൽ ആകപ്പാടെ ഉള്ളത് 70 പേരാണ്.
സന്നിധി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കോർട്ടാണ് കേട്ടോ, റിലീജിയസ് കോർട്ടാണ്. ഈ കോടതി കൂടിയിരിക്കുന്നു. മഹാപുരോഹിതനാണ് അതിൻ്റെ അധ്യക്ഷൻ. മഹാപുരോഹിതന് വന്നില്ലെങ്കിൽ അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്ന ഒരാൾ മതി അദ്ദേഹത്തിന് ഇരിക്കാം. ഈ 70 പേരും സന്നിഹിതരാകണമെന്നൊന്നും നിയമമില്ല. നിയമമല്ല, എല്ലാവർക്കും അങ്ങനെ വന്നുകൂടാൻ പറ്റിയെന്ന് വരികയല്ലോ. അപ്പോൾ അവൈലബിൾ മെമ്പേഴ്സ്, അതിൽ നിന്ന് എത്ര വന്നാലും ഇവർ രണ്ടായി തിരിഞ്ഞിരിക്കണം, 2 ഭാഗമായിട്ട് മാറണം. 35 പേർ മഹാപുരോഹിതന്റെ വലത്ത് ഭാഗത്തിരിക്കണം, 35 പേർ മഹാപുരോഹിതന്റെ ഇടത്ത് ഭാഗത്തിരിക്കണം. ആരോപണ വിധേയനായ പ്രതിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണയെല്ലാം ചെയ്തു കഴിയുമ്പോൾ മഹാപുരോഹിതൻ ചോദിക്കും, സാക്ഷിമൊഴിയുണ്ടോ? സാക്ഷിയുണ്ട്. സാക്ഷി വന്നു. സാക്ഷിമൊഴികൾ തമ്മിൽ ഒക്കുന്നതായി തോന്നുന്നുണ്ടോ? ഉണ്ട്. ഈ വാദത്തിൻ്റെ ഇടയ്ക്ക് ചില പറയും അങ്ങനെ കൃത്യമാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഇവർ തമ്മിൽ വാഗ്വാദം തുടങ്ങും. ഈ കൗൺസിലിൽ വാഗ്വാദമാണ്. എന്നിട്ടേ മഹാപുരോഹിതൻ ഇടത്തോട്ടാണ് ആദ്യം നോക്കുന്നത്. ഇടത്തിരിക്കുന്നവർക്കാണ് ആദ്യം സംസാരിക്കാൻ അവസരം. അവരെഴുന്നേക്കും. എഴുന്നേറ്റ് പറയും, പ്രഭോ, കേട്ടറിഞ്ഞിടത്തോളം, വായിച്ചറിഞ്ഞിടത്തോളം, സാക്ഷിമൊഴി കേട്ടിടത്തോളം, ഇവനെ വിശകലനം ചെയ്തിടത്തോളം ഇവൻ കുറ്റവാളിയാണ്. മോശയുടെ ന്യായപ്രമാണം പറയുന്നതനുസരിച്ച് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. തെളിവൊക്കെ കറക്റ്റാ. പുരോഹിതൻ അടുത്ത ഘട്ടം വലത്തോട്ട് നോക്കും. അവിടുന്ന് ഒരു പക്വമതിയായ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറയും, പ്രഭോ, ഈ സാക്ഷിമൊഴിയിൽ ഞാൻ ഇത്രയും വൈരുദ്ധ്യം കാണുന്നുണ്ട്, ഓരോന്നോരോന്ന് പറയണം. തന്നല്ല, ഇതൊരുത്തൻ്റെ മരണമാണ് അടുത്ത വിധി. നമുക്ക് ഇവൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ ശിക്ഷ നമുക്ക് തരികയില്ലേ ദൈവം. അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യാം, അതിന് നിയമമുണ്ടല്ലോ. ഇവൻ കുറ്റവാളിയാണെങ്കിൽ അവനെ രക്ഷിക്കാൻ, അവനൊരു ഫേവറായിട്ടൊരു നിലപാടെടുക്കാൻ നമുക്ക് ചരിത്രമുണ്ടേ. അത് ചെയ്യാൻ കാരണം അവൻ്റെ ഭാര്യ വിധവയാവും, അവൻ്റെ അപ്പൻ കണ്ണ് കാണാതായിരിക്കുക, അവൻ്റെ അമ്മ നിലവിളിച്ചുകൊണ്ടിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്. ഒരു മാനുഷിക പരിഗണന. അണ്ടിവൻ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോവട്ടെ, അവിടെ പോയി അവൻ രക്ഷ പ്രാപിക്കട്ടെ. ഈ വാദം അങ്ങോട്ട് മുറുകുമ്പോൾ ആ വാദത്തിന്റെ തീവ്രതയിൽ നിന്ന് മഹാപുരോഹിതൻ ഒരു കാര്യം വായിച്ചെടുത്തിട്ട് ഫൈനൽ വിധി പറയും. ഒന്നിൽ അവനെ സങ്കേത നഗരത്തിലേക്ക് വിടും, അതല്ലെങ്കിൽ അവനെ കല്ലെറിയാൻ ഉത്തരവിടും. ഇതാണ് ആ കോർട്ടിലെ പ്രൊസീജിയർ. ക്രിമിനൽ പ്രൊസീജിയർ അങ്ങനെയാണ്, നടപടിക്രമം അങ്ങനെയാണ്. ഇതുപോലെ ചെയ്യണം. പക്ഷെ ഈ സാമാന്യ മര്യാദ കിട്ടാതെ പോയ കോടതി ചരിത്രത്തിൽ, വിശുദ്ധ ബൈബിളിന്റെ ചരിത്രത്തിൽ 2 ഇടത്തുണ്ടേ. ഒന്ന്, യേശുവിനെ വിചാരണ ചെയ്ത കോടതിയിൽ ഈ സാമാന്യ മര്യാദ ലംഘിക്കപ്പെട്ടു. മനസ്സിലാക്കിക്കൊള്ളണം. പുരോഹിതന്റെ ഇടത്തിരിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടി? പ്രതിയെ ശിക്ഷയ്ക്ക് വിധേയനാക്കാൻ വാദിക്കും. പുരോഹിതന്റെ വലത്തിരിക്കുന്നവർക്ക് എന്തിന്? ഇവരെ രക്ഷിക്കാൻ പഴുതുണ്ടോ എന്ന് നോക്കും. ഇതിനാ സങ്കീർത്തനത്തിൽ പറയുന്ന വലത്തോട്ട് നോക്കി കാണണമേ, സഹായിക്കാൻ ആരുമില്ല. മനസ്സിലായില്ലേ? അവിടുന്ന് ആരുമില്ല. വലത്ത് നിന്ന് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുമില്ല. യേശുവിന് കിട്ടിയില്ല ആരെ. അത് പോട്ടെ, പ്രവചനമാണ്. വല്ലവനും സഹതാപം തോന്നുമോ ഇന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലതാനും. സങ്കീർത്തനത്തിൽ കിടക്കുക പ്രവചനം, അത് നിറവേറിയതാണ്. അടുത്തത് ചോദ്യം എന്താണെന്നറിയണ്ടേ? നമ്മുടെ ആദരണീയനായ സ്തെഫാനോസിനെ വിധിക്കുന്ന കോടതിയിലും ഈ നിയമം ലംഘിക്കപ്പെട്ടു. മഹാപുരോഹിതൻ പറഞ്ഞു ഇനി സാക്ഷിമൊഴി വേണ്ടെന്ന്. അത് തന്നെ കോടതി അലക്ഷ്യമാണ്. കോടതി ചെയ്തത് തെറ്റാ. കോടതി നമ്മുടെയൊക്കെ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞ കോടതിയുടെ ചുംബത്തരാണി കണ്ടേ. എന്തെന്നാണ് കാണിച്ചത്? വിചാരണയ്ക്കെടുക്കും മുമ്പേ സാക്ഷിമൊഴി വേണ്ട, പുരോഹിതൻ വസ്ത്രം കീറി എറിയാൻ പറഞ്ഞവനെ, അരിശപ്പെട്ട് വസ്ത്രം കീറി കല്ലെറിയാൻ പറഞ്ഞു. കല്ലെറിയാൻ പറഞ്ഞിട്ടേ ഒരു വചനം കിടക്കുന്നു, അവനെ കൊല ചെയ്യുന്നത് ശൗലിന് സമ്മതമായിരുന്നു. ശൗല് കൺസെന്റ് കൊടുത്തെന്നു. ഓക്കെ, അതിൻ്റെ അർത്ഥം കൺസെന്റ് കൊടുക്കത്തക്ക വിധ ഒരു അധികാരം ശൗലിലുണ്ട്.
അവന്റെ ഒരു മുദ്ര പേപ്പറുണ്ട്, അതിൽ കൊന്നുമുടിക്കാൻ പുരോഹിതൻ കൊടുത്ത അനുമതി പത്രമുണ്ട്. പുരോഹിതൻ ഈ മുഴുവൻ ഉത്തരവാദിത്വവും പൗലോസിൽ വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു, തട്ടിയേക്കാൻ പറഞ്ഞു. പൗലോസും കണ്ണു കാണിച്ചു, ഏറി നടക്കട്ടെ, എറിയണം, കല്ലെറിയണം. എന്നോട് ചോദിക്കുക, ഇങ്ങനെ എറിയുമ്പോൾ വേദനയുണ്ടാവും? ഭക്തനായതുകൊണ്ട് വേദനയില്ല വരുമോ? ഭക്തനാകുമ്പോഴും വേദന വരും. നമ്മളെ തീയിലിട്ട് ചുട്ടാലും വേദന വരും, സാധാരണ മനുഷ്യനെ ഇട്ടാലും വരും. നമുക്കും സാധാരണ മനുഷ്യനെ പോലെയുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും. പക്ഷെ അപൂർവ ഘട്ടങ്ങളിൽ അതിനെ അതിജീവിക്കാനൊരു കൃപയും കിട്ടും. അപൂർവ ഘട്ടങ്ങളിൽ ആ വേദനരഹിതമായൊരവസ്ഥയിൽ സംജാതമാകും. ഈ രാജ്യം ഒരിക്കൽ ഇരുട്ടിന്റെ ആഴങ്ങളിൽ കൂടി കടന്നുപോയിരുന്നു. ഈ മഹാരാജ്യത്തെ ജലനാത്മകമാക്കിയത് ഈ വിശുദ്ധ ബൈബിളാണ്. അനവധി ഭക്തന്മാരുടെ കണ്ണീര് വീണ ഒരു മണ്ണിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അവരാണ് ഉലകത്തെ നവീകരിക്കാൻ വേണ്ട അത്യാധുനികമായ ചിന്തകൾ, ധാർമ്മികതയുടെ ഉയർന്ന പാഠങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്. ലോകത്തെ സംസ്കരിച്ച് ഇന്നുള്ള അളവിലേക്ക് രൂപപ്പെടുത്തുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട നൂറുകണക്കിന് മിഷണറിമാരുടെ രക്തം വീണ മണ്ണിലാണ് ഞാനും നിങ്ങളും ഇന്ന് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടിരിക്കുന്ന ഓരോ ദൈവത്തിലും മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവരക്തം അവരുടെ പ്രാണൻ ഇതിനു വേണ്ടി കൊടുത്തില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ രാജ്യ സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല, ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല. ഒന്നുറപ്പാക്കിയേ മടങ്ങാവൂ. അനവധി ഭക്തന്മാർ അങ്ങനെ അവരുടെ പ്രാണൻ കൊണ്ട് നേടിയെടുത്ത വിശുദ്ധന്മാർ ഒരിക്കലായി വരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒത്തിരി പറയാനുണ്ട്. ബൈബിൾ എന്ന് പേരിട്ട ഒരു കർത്തൃദാസന്റെ പേരാണ് ജോൺ വിക്ലിഫ്. വിക്ലിഫ് ലണ്ടനിലായിരുന്നു. ജോൺ വിക്ലിഫ് 1382 1382 അന്ന് മുതൽ ആ ലോകം ബൈബിൾ എന്ന ഈ പുസ്തകത്തെ വിളിച്ചേ. ഗ്രീക്കിലെ ടാ ബിബ്ലിയ എന്ന സംഖ്യയ്ക്ക് തത്തുല്യമായി ഇംഗ്ലീഷിലൊരു പദമുണ്ടാക്കി, ബൈബിൾ. അത് മാത്രമല്ല, ഗഹനമായ ബൈബിൾ പഠനത്തിന് അദ്ദേഹം സമയം ചെലവഴിച്ചു. അന്നത്തെ ഒരു കാര്യം അറിയണ്ടേ, ഈ ബൈബിൾ പ്രസംഗിക്കാൻ, പഠിപ്പിക്കാൻ പൗരോഹിത്യം മാത്രം അധികാരം കൈയാളിയിരുന്ന കാലത്ത് ആ നിബന്ധനകൾ ഭേദിച്ച് പുറത്തേക്കൊരാൾ വന്നാൽ അവരെ തലയുറത്ത് മാറ്റുന്ന കിരാള നീതി നിലനിന്നിരുന്നൊരു ലോകത്ത് ഒറ്റക്കൊരുത്തന്റെ പണപ്പുറപ്പാട് ആരംഭിച്ചു. ഒറ്റക്കഴിയുന്നില്ല. ലോകത്തിന്റെ പലയിടങ്ങളിൽ അതിന് പിന്തുണ കൊടുക്കുന്ന പലരുടെയും ഉള്ളിലുണ്ടായിരുന്നു ഇത്തരം വലിയ പ്രേരണകൾ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ യേശുവിനായിട്ട് ചെയ്തെടുക്കാൻ ഒരു ചെറിയ പ്രേരണയുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നൊരു ബോധം ഹൃദയത്തിൽ അങ്കുരിക്കട്ടെ. ജോൺ വിക്ലിഫിന്റെ നവീകരണ ചിന്തയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് വില്യം ടിൻഡെയിൽ എന്ന കർത്തൃദാസൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. കേംബ്രിഡ്ജിലെ പ്രൊഫസറായിരുന്നു. ആഴത്തിൽ ബൈബിൾ പഠിച്ചു. ടിൻഡെയിലിന്റെ പരിഭാഷ കിട്ടും. ടിൻഡെയിലിന് കിട്ടിയ ശിക്ഷ എന്താ? ബൈബിൾ പരിഭാഷപ്പെടുത്തിയ ടിൻഡെയിലിനെ തീക്കുള്ളിലോട്ട് ചുട്ടുകരിച്ചു. വീണ്ടും കേൾക്കണ്ടേ? പിന്നീടാണ് മനസ്സിലാക്കുന്നത് ടിൻഡെയിലല്ല തുടക്കക്കാരൻ, ജോൺ വിക്ലിഫാണ്. അപ്പോഴേക്കും വിക്ലിഫ് മരിച്ച് 38 കൊല്ലം കഴിഞ്ഞ് ശവമടക്കി. ഞാനിവിടെ വന്ന ശേഷം പോകാൻ ആഗ്രഹിച്ച പല സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് ഈ വിക്ലിഫിൻ്റെ ഈ ട്രാൻസ്ലേഷൻ മിഷനൊക്കെ നടത്തി ആ വീടും സൗകര്യമൊക്കെ കാണാനായിരുന്നു. എന്നെ കൊണ്ടുവരാൾ അവിടെ ചെല്ലുമ്പോൾ ഇന്ന് ഒരു പബ്ബായിട്ട് മാറിയിട്ടുണ്ട് ആ സ്ഥലമൊക്കെ. അല്പം നിരാശ തോന്നാതിരുന്നില്ല പ്രിയപ്പെട്ടവരെങ്കിലും. ആ സ്ഥലത്തിരുന്നുകൊണ്ടൊരു മനുഷ്യന് തോന്നിയ തോന്നൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം കിടക്കും. ആ ശവകുടീരത്തിന് എന്ത് പറ്റിയെന്ന് കേൾക്കണ്ടേ? 38 വർഷം മുമ്പ് മരിച്ചടക്കിയ ആ ശവകുടീരം അടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് ആ ശവശരീരത്തിൻ്റെ അവശേഷിച്ച കിട്ടിപ്പൊടിയാതായ കുറേ അസ്ഥിട്ടി അത് പുറത്തെടുത്തു. അത് കത്തിച്ച് ചാമ്പലാക്കി തേംസ് നദിയുടെ വിരിമാറിലൂടെ ഒഴുക്കി പ്രതികാരം തീർത്തു. തെറ്റെന്താണെന്നറിയണ്ടേ? ബൈബിൾ പ്രസംഗിച്ചു. ടിൻഡെയിൽ പ്രാർത്ഥിച്ചു, ഈ പാപം ഒന്നും ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ടിൻഡെയിൽ ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങളെന്നെ കത്തിച്ച് ചാമ്പലാക്കുമ്പോൾ ഈ ചാരത്തിൽ നിന്നൊരു കഴുകൻ ചിറകടിച്ച് പറക്കും. ആ കഴുകൻ യൂറോപ്പിന്റെ ആകാശമണ്ഡലത്തിലൂടെ അങ്ങുമിങ്ങും വട്ടമിട്ട് പറക്കും. ഉഗ്രപ്രതാപങ്ങളെ മുട്ടുകൊത്തിക്കുന്ന ആ കഴുകന്റെ ചിറകടി ശബ്ദം കെട്ടി യൂറോപ്പ് വിറകൊള്ളും. സംശയിച്ചില്ല. മരിക്കാൻ നേരം ഭക്തൻ പറഞ്ഞങ്ങനെയാണ്. അത് യാഥാർത്ഥ്യമായി. ടിൻഡെയിലും വിക്ലിഫുമൊക്കെ എന്ത് പ്രാർത്ഥിച്ചു, അത് നടന്നു.
രാജ്യം ഭരിച്ച രാജാവിൻ്റെ മനസ്സ് ദൈവം ഉണർത്തി. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മനസ്സുയർത്തി. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പണം മുടക്കി, ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചിലവും പണവും എല്ലാം മുടക്കിക്കൊണ്ട് ഈ മുഴുവൻ ബൈബിളും ഔദ്യോഗികമായി പരിഭാഷ ചെയ്തു. അത് നമ്മുടെ ഇരിക്കുന്ന കിങ് ജെയിംസ് വേർഷൻ 52 പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി. അങ്ങകലെ പാലസ്തീനിൽ ലോകത്തിന്റെ പലയിടങ്ങളിൽ ചിതറിക്കിടന്ന പലതരം യഹൂദന്മാരെ വിളിച്ചു വരുത്തി. ഇംഗ്ലീഷും ഹീബ്രുവും ഗ്രീക്കും ഒക്കെ അറിയാവുന്നവരെ വിളിച്ചിരുത്തി ഈ പുസ്തകം പരിഭാഷ ചെയ്തു. ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ അങ്ങനെ ഉണ്ടായതാണ്. അതിലൊരു തെറ്റുകൊണ്ട്, ഗുരുതരമായൊരു തെറ്റ് തിരുത്തിക്കോണം. ഈ പരിഭാഷ ചെയ്തവന്മാർ നമുക്കൊരു പണി തന്നു. അന്ന് പറയട്ടെ, വിഷമമുണ്ടോ അത് പറയുന്നതിൽ? പറയാം. ബൈബിളിലെ യാക്കോബിൻ്റെ പേര് ജേക്കബ് എന്ന് എഴുതേണ്ടിടത്ത് പുതിയ നിയമത്തിൽ ജെയിംസ് എന്ന് എഴുതി. മനസ്സിലായോ? എന്തിനു വേണ്ടിയാ? ഭരിക്കുന്ന പുള്ളിയുടെ പേര് വെറുതെ ഇരിക്കട്ടെന്ന്. രാജാവിനൊരു ചെറിയ സന്തോഷം. നമ്മുടെ ചെലവിൽ രാജാവ് പറഞ്ഞിട്ടൊന്നുമല്ല, ഇരിക്കട്ടെ. പിടികിട്ടോ? പലപ്പോഴും സംശയമുണ്ട് ഇത് എങ്ങനെ വന്നെന്ന്. വന്ന വഴി തണ്ടി ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ പോട്ടെ, ആശങ്ക അങ്ങ് മാറാൻ വേണ്ടി പറഞ്ഞാണ്. 52 വൈയാകരണന്മാരെ, ഗ്രാമേറിയന്മാരെയൊക്കെ ഇരുത്തി ഒത്തുനോക്കി പരീക്ഷിച്ച് പുറത്തേക്ക് ഇറക്കിയ പുസ്തകമാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ആ ഭാഷ കയറി വരും. കമ്മത്ത് ശാലത്ത് വില്ലത്തെന്നൊക്കെ ആയിപ്പോ, അതാ കുഴപ്പം. മനസ്സിലായില്ലേ? ദൗ വാട്ട് ഗ്രേഡ് എന്നൊക്കെ ആയിപ്പോകും. ദൗ വാട്ട് യൂന്ന് വായിൽ വരത്തില്ല. അത് പഠിച്ച് ശീലിച്ചാൽ പറ്റിയേ. മനസ്സിലായില്ലേ? ഇതങ്ങ് ഒരു സ്പ്രെഡായി ലോകം മുഴുവൻ. ഇതിൻ്റെ സ്വാധീനതയിലായി ലോകം മുഴുവൻ. ലോകത്ത് ലിംഗ്വ ഫ്രാങ്ക്വ എന്ന് പറയുന്ന 3 ലാംഗ്വേജ് ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് പൗരാണിക ഗ്രീക്കാൻ, 2 റോമക്കാരൻ്റെ ലാറ്റിനായിരുന്നു, 3 ഈ ഇംഗ്ലീഷാണ്. മനസ്സിലായോ? ലോകം മുഴുവനുള്ള ഭാഷ. ഈ ഭാഷയിലെല്ലാം ബൈബിൾ ഇറങ്ങി. ഇംഗ്ലീഷുകാരൻ പോയിട്ടല്ല ഈ ഭാഷ വ്യാപരിപ്പിച്ചു. ഇന്നും കണ്ടില്ലേ, പണം മുടക്കി കൃത്യമായ ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും പഠിക്കാൻ എല്ലാവരും തയ്യാറാവുന്നുണ്ട്. 1000 വർഷം ലോകത്തെ ഭരിച്ചാണ് ഇസ്ലാമിക രാഷ്ട്രം. പക്ഷെ അറബി നിർബന്ധമാക്കിയില്ല. മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്തൊരു ഭാഷയുണ്ട്, സംസ്കൃതം. നമ്മുടെ രാജ്യത്തിലെ മഹാരഥന്മാരൊക്കെ പറയുന്നത് ആ ഭാഷ സായിപ്പ് പഠിച്ചിട്ട് അതിനകത്തുനിന്ന് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള വിദ്യയെല്ലാം പഠിച്ച് അതല്ല ഇവിടെ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ച് ബോംബുണ്ടാക്കിയാണ് നാഗാസാക്കി ഹിരോഷിമയൊക്കെ പരീക്ഷിച്ചത്. ഇല്ല, ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. എന്നാൽ പിന്നെ ഇങ്ങേരം ഉണ്ടാക്കിയാൽ പോരായിരുന്നു അവിടെ. ഇങ്ങോട്ട് കൊടുത്തു വിടാതെ, ഇങ്ങോട്ട് കൊടുത്തു വിടാതെ അവിടെ തന്നെ അങ്ങ് പൊട്ടിച്ചാൽ മതിയായിരുന്നു. അത് മതിയായിരുന്നു. മനസ്സിലായില്ലേ? പൊട്ടത്തരവൊന്നും കേട്ട് വിശ്വസിക്കരുത്. ചുമ്മാ പറയുന്ന അവിടെ സംസ്കൃത കൃതികളെല്ലാം കൂടെ ഗവേഷണം ചെയ്ത് ഞങ്ങളുടെ കൊമ്പിൽ വന്ന് പെട്ടാൽ കൃത്യം മറുപടി തരാം. ഇത് ലൈവിൽ കാണുന്നുണ്ടേ പോരും. ഞാൻ നാട്ടിലോട്ട് ഉടനെ വരുമല്ലോ. ഇവിടെ വിട്ടൊന്നും പോകാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇവിടെ അങ്ങും വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അടുത്തോട് പറഞ്ഞു, ഒരുത്തം പറയാം നമുക്ക് രാജ്യസ്നേഹം ഇല്ലെന്നോ. അതിന് കാര്യം ചോദിച്ചാൽ പറയാം, നിങ്ങൾ ബ്രിട്ടീഷുകാർ വന്നപ്പം പാൽപ്പൊടി ഗുളിക ബ്രിട്ടീഷുകാർ തന്നതൊക്കെ വാങ്ങി നമ്മളെല്ലാം മതം മാറി. ഞാൻ പറഞ്ഞ തെളിവ് പറയാം. എനിക്കൊരു കഥ അറിയണ്ടേ? ഇന്ത്യ 700ഓളം നാട്ടുരാജ്യങ്ങളുടെ ഒരു കോർഡിനേഷനായിരുന്നു, ഒരു യൂണിയനായിരുന്നു. എത്ര? ഏകദേശം 700. അത് കൂടാം. കാരണം ഈ നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യങ്ങൾ വരെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കും സത്യം പറഞ്ഞാൽ വലിയ അധികാരമില്ല. കാരണം അതിൻ്റെ മീതെ ഒരു രാജാവ് കാണും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഒരു സെൻട്രൽ വാസ്റ്ററുടെ അധികാരം പോലും ചിലപ്പോൾ ഈ നാട്ടുരാജാവിന് കാണത്തില്ല. അരി എത്രയോ ശ്രേഷ്ഠമായിട്ട് നമ്മൾ സെൻട്രൽ ഭാഷമാരൊക്കെ ജീവിക്കുന്നത്. ഞാൻ പലത് പറഞ്ഞു. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരു നാട്ടുരാജാവിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിലാണ് അവരെ മാനിക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. പോട്ടെ. അപ്പോൾ ഇത്തരം രാജാക്കന്മാരാണ്. അതിനകത്തൊരു കഥ, ഇത്രയും രാജാക്കന്മാരിൽ പേരുകൊണ്ടെങ്കിലും ക്രൈസ്തവനായ ഒരു രാജാവേ ഉള്ളൂ, ഒറ്റ രാജാവ്. അയാളുടെ പേരെന്താണെന്നറിയണ്ടേ? കൊല്ലത്തുനിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കൊല്ലംകാരെങ്കിലും ഉണ്ടോ? അവിടെ ആയിരുന്ന രാജാവ്. അയാളുടെ പേര് കൊല്ലം ജില്ലയിൽ അഞ്ചുതെങ്ങ് എന്നൊരു സ്ഥലമുണ്ട്, മണിഗ്രാമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വില്ലാർവട്ടം തോമാ രാജാവെന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. ഈ കൈവൊക്കിയ ആൾ പറയാനെന്ന് വെച്ചില്ല, ഞാൻ എൻ്റെ കൊച്ചുമോനാന്ന് പറയാനൊക്കെ ഉള്ള ആളാണ്. എനിക്ക് മനസ്സിലായി, എനിക്ക് പിടി കിട്ടി. വലിയ ഉത്സാഹത്തോടെ കൈവെക്കുന്നു. ഓട്ടെ വിട്ടേക്ക്.
ഈ വില്ലാർവട്ടം തോമാരാജാവ് ഒഴിച്ച് ക്രിസ്ത്യാനി ഒറ്റ ആളും ഇന്ത്യയിൽ ഒരു രാജ്യവും ഭരിച്ചിട്ടില്ല, ഒറ്റയിടത്തും ഭരിച്ചിട്ടില്ല. മനസ്സിലായോ? എന്തിനാ ഉപദേശി ഇതൊക്കെ പറഞ്ഞെന്നാവേ? ബാക്കിയെല്ലാം ഇന്ത്യ ഭരിച്ച ഒരു ഹൈന്ദവ രാജാക്കന്മാരും മുഗളന്മാരുടെ കാലഘട്ടത്തിലുണ്ടായ മുസ്ലിം രാജാക്കന്മാരുമായിരുന്നു ബാക്കി. നമ്മളെത്ര ഉണ്ട്? കഷ്ടിച്ചൊരുത്തൻ. ഇപ്പം പിടികിട്ടിയോ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വിനീത വിധേയരായിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ് കപ്പം കൊടുത്ത് ഇന്ത്യയെ തീരെഴുതി ബ്രിട്ടീഷുകാർക്ക് കൊടുത്താരാ? പറയണ്ട ആരോടും. മനസ്സിലായോ? അത് കൈ വെച്ചാൽ മതി, അടവ്. മനസ്സിലായില്ലേ? പണി കൈ വെച്ചാൽ മതി. ഞാൻ രാഹുൽ ഈശ്വരോട് നേരിട്ട് ചോദിച്ചാൽ ഇക്കാര്യം. ഇത് ആര് കൊടുത്തെന്നായി പറയുന്നത്? ഇന്ത്യ നമ്മളാരുടെ കൊടുത്താണോ? അല്ല. അന്ന് ഭഗത് സിംഗ് ഒരു കാര്യം പറഞ്ഞു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക്. ഈ തൂക്കുമരമൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞു, തൂക്കുമരം കാണിച്ച് പഠിപ്പിക്കാതെ നിങ്ങളതേ ഞാൻ നേരെ നിന്ന് തരാം, നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ പറഞ്ഞു. ഇത് ഈ ഭഗത് സിംഗ്. അന്ന് ഈ പേര് പറയുന്നൊരു പ്രമുഖ നേതാവ് പറഞ്ഞെന്താണെന്ന് അറിയണ്ടേ? ജയിലിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും വിനീത വിധേയരായിട്ടിരുന്നു കൊള്ളാം. എന്നിട്ട് ബൈബിളൊരു വാക്യങ്ങൾ ഉദ്ധരിച്ചു, രാജ്ഞി ഈ മുടിയൻ പുത്രനോട് ക്ഷമിക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് ബ്രിട്ടീഷുകാരൻ്റെ ഷൂ പോളിഷ് ചെയ്തു നാക്കുണ്ട്. ആ പുള്ളികൾ നമ്മളെ രാജ്യസ്നേഹം പഠിപ്പിക്കാറായില്ലെന്നായി പറഞ്ഞു തന്നെ. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ചിലർക്കൊക്കെ പിടി കിട്ടുന്നുണ്ട്, ഓൺലൈനിൽ ചിലർക്ക് പിടി കിട്ടുന്നുണ്ട്, കിട്ടണം. അതിനുവേണ്ടിയാ പറയുന്നു. പിടി കിട്ടിയോ? നമ്മളാ രാജ്യസ്നേഹികൾ, നമ്മൾ വിശ്വപൗരന്മാരാ, ലോകത്തുള്ള എല്ലാം മനുഷ്യരാ നിന്ദിക്കുന്നവരാ നമ്മൾ. സ്തോത്രം. ഇവിടെ വന്നാൽ ഇത് നമ്മുടെ രാജ്യം, അമേരിക്കയിൽ ചെന്നാൽ അത് നമ്മുടെ രാജ്യം, ഉഗാണ്ടയിൽ ചെന്നാൽ അവിടെയും മനുഷ്യർ, പ്രപഞ്ചം മുഴുവൻ നമ്മുടെ സൗരന്മാരാണെന്ന് സംശയമൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഉലകം മുഴുവൻ മനുഷ്യരാണ്. നമ്മൾ ഈ അതിർത്തി തിരിഞ്ഞല്ല സ്നേഹിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ബോർഡറിനപ്പുറത്ത് പാകിസ്ഥാനിലുള്ളവരും നമ്മുടെ സൗരന്മാരാണ്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ കൊല്ലുന്നവരുടെ വശത്തല്ല, നമ്മൾ മരിക്കുന്നവനെ കണ്ടിട്ട് ഇരയ്ക്കൊപ്പമാണ്. അവസാന ശ്വാസത്തിലും മരിക്കുന്നവന്റെ പ്രാണനെ രക്ഷിക്കാനാണ് നമ്മൾ തുനിയുന്നത്. എന്താ തെളിവെന്നറിയണ്ടേ? നിങ്ങൾക്കറിയണ്ടേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ ഈ കൊടിയും അല്ലെങ്കിൽ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മാരന്നേരം വെടിവെക്കും. കാരണം ഒരു മര്യാദയില്ല നമ്മളോട് അവർ പെരുമാറും. നമ്മുടെ പടയാളികളൊക്കെ കിട്ടിയാൽ മുഖം വികൃതമാക്കി വെടിവെച്ച് തിരിച്ചു വിടും. നമ്മളെന്താ ചെയ്യുന്നറിയണ്ടേ? ഇന്ത്യക്കാർ ഇവരെ ശവശരീരം എടുത്ത് മാന്യമായി കൊണ്ടുവന്ന് വൃത്തിയാക്കി അതിൽ പച്ച പതാകയൊക്കെ വാങ്ങി പുതപ്പിച്ച് പെട്ടിക്കകത്ത് അടച്ച് വൃത്തിയാക്കി ഔദ്യോഗികമായി തിരിച്ചുവിടും. എടുക്കാൻ പറ്റുന്നില്ല, ഇവിടെ അടക്കും. ഇതാ നമ്മുടെ മര്യാദ. അതാര് ഭരിച്ചാലും അങ്ങനെയാ. ഇതിനെതിരെ പറഞ്ഞെന്നറിയണ്ടേ? നമ്മുടെ രാജ്യം ഇങ്ങനെ, അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു, ആ ശ്രേഷ്ഠതയൊക്കെ. അതൊക്കെ എന്നാ? ഇന്ത്യയുടെ പാരമ്പര്യത്തിൽപ്പെട്ടല്ല, ഭരണഘടനാപരമായി 47 ശേഷമുണ്ടായി വന്ന മാറ്റങ്ങളായതല്ല. സ്തോത്രം. ഞാൻ നീട്ടില്ല, വിഷയത്തിലേക്ക് വരാം. പറഞ്ഞതേ ഈ പാദം മൂത്തു. സ്തെഫാനോസിന് വേണ്ടി ഒരു മനുഷ്യനുമില്ല, സംസാരിക്കാൻ ആരുമില്ല. സ്തെഫാനോസിന് കല്ലെറിയാൻ തീരുമാനിച്ചു. കല്ലെറിഞ്ഞു. 5-6 ഏറം കിട്ടി. അത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കാണുന്നുള്ള കല്ലല്ല, ചുണ്ണാമ്പ് കല്ലാണ്. പക്ഷേ ഈ മാർബിൾ കഷ്ണം പോലിരിക്കും, മുനയുണ്ട്. ഇത് വാരി എറിയുന്നേ. ഇത്തരം കല്ലുകൾ കൊണ്ട് തുരുതുര കിട്ടുമ്പോൾ സ്തെഫാനോസ് മുട്ടുകുത്തി വീണു. ആ മുട്ടയിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ അടുത്തൊരു കാക്കിയുണ്ടേ. അനന്തരം സ്തെഫാനോസ് ഒരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച എന്നറിയണ്ടേ? തുറക്കപ്പെട്ട സ്വർഗം. ഈ കാഴ്ച കണ്ടാൽ പിന്നെ ഏറിൻ്റെ വേദന ഒന്നും ഇല്ലാന്നേ. ഈ കാഴ്ച കാണാൻ അകക്കണ്ണ് തുറന്നാട്ടെ, ഹൃദയം തുറന്ന് ഈ കാഴ്ച കണ്ടാട്ടെ. ഏത് പീഡയ്ക്ക് നടുവിൽ ഈ കാഴ്ച കണ്ടാട്ടെ, ഹൃദയം തുറന്ന് ഈ കാഴ്ച കാണുക. അതേ ഒരു കാര്യം പറയാ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിന്റെ മഹിമയുടെ. ബാക്കി പറഞ്ഞാട്ടെ, എവിടെ ഇരിക്കുന്നേ? ഒന്നുകൂടെ പറഞ്ഞാട്ടെ. എന്തിനാ വലത്തു ഭാഗത്തിരുന്നേ? ഈ ലോകത്തിൻ്റെ വലത്തുഭാഗത്തെ ന്യായാധിപ കോടതിയിലെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുവനുമില്ലെങ്കിൽ പരമാധികാരിയുടെ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ദൈവപുത്രനെ ആത്മാവിൽ കണ്ടു.
ഇന്ന് രാത്രി അവൻ നമ്മുടെ കൂടെയുണ്ട്. എനിക്കും നിങ്ങൾക്കും നീതി നിഷേധിക്കപ്പെടുന്ന ഇടത്ത് വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥ അണയ്ക്കാൻ ഒരു മഹാദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, ഈ പാപം നിർത്തരുതേ. ഇങ്ങനെ പറഞ്ഞു തീർക്കാം. പൗലോസ് അവിടുന്ന് രക്ഷിക്കപ്പെട്ടു, യാത്ര തുടർന്നു. പിറ്റേന്ന് രാവിലെ സുവിശേഷ വിലക്കൊന്നും പോയില്ല. അടിച്ച് കണ്ണിൻ്റെ ഫ്യൂസ് പോയി, തപ്പിത്തടഞ്ഞു. ഈ യാത്രാമധ്യേ അനന്യാസ് വരുന്നു, പ്രാർത്ഥിക്കുന്നു, സൗഖ്യം കിട്ടുന്നു. ഏതാനും ദിവസങ്ങളുടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൗലോസിനെ ചരിത്രത്തിൽ കാണുന്നില്ല. ഉടനെ എങ്ങും ഒരു 3-3.5 കൊല്ലം കഴിഞ്ഞു ഈ ദൈവാസം വരിക. എവിടായിരുന്നു അദ്ദേഹം? ചരിത്രമുണ്ടതൊക്കെ. അറേബ്യയിലെ വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് കർത്തൃ സാന്നിധ്യം കൂടുതൽ ആസ്വദിച്ച് അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. സുവിശേഷത്തിന്റെ സാക്ഷിയായി അനവധി ഇടങ്ങളിൽ പോയി പ്രസംഗിച്ചു. ഈ യാത്രാമധ്യേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം റോമിലെ ഒരു കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. നിരവധി കാരാഗൃഹത്തിൽ അദ്ദേഹം പോയിട്ടുണ്ട്. ഇപ്പോൾ ജീവിത സായന്തനമായി കഴിഞ്ഞു. എന്നുവെച്ചാൽ 60 വയസ്സൊക്കെ ഉള്ളൂ. 60-61 വയസ്സിനുള്ളിൽ പൗലോസ് മരിക്കുകയാണ്. അതിനകം അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. അതുപോലെ വീടുകളിലൊക്കെ കടന്നുപോയി. അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ പറഞ്ഞ കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഇങ്ങനെ ആപത്തുകളുടെ വലിയ പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, ഇവയെല്ലാം അനുഭവിച്ചു. ഒടുക്കം കൊണ്ട് ഒരു ജയിലറയിലിട്ടു. പക്ഷെ ഒരു കാര്യം, പൗലോസിനെ ജയിലിലിട്ടാൽ സുവിശേഷത്തിന് ബന്ധനമില്ല. ആ ജയിലിൽ കിടന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ലേഖനങ്ങൾ പുറത്തു വന്നത്, ഏറ്റവും ശക്തിമത്തായ ചിന്തകൾ കൊടും ക്രിമിനലുകൾക്കൊപ്പം അദ്ദേഹത്തെ കൊണ്ടിട്ടെങ്കിൽ ആ ക്രിമിനലുകളും സുവിശേഷത്താൽ മാറ്റമുള്ളവരായി മാറി. അവർക്ക് വലിയ മാറ്റം ദൈവം കൊടുത്തു. അവർക്ക് വലിയ കാരുണ്യം ദൈവരോട് കാണിച്ചു. അവർ പലരെയും, കള്ളന്മാരെ ഉൾപ്പെടെ നേടിയെടുക്കാൻ ദൈവം അത് വഴിയാക്കി മാറ്റി. ഞാനിവിടെ ഓർക്കുന്നൊരു കാര്യം, ഈ റോമിലെ ജയിലുകളെന്ന് പറയുന്നത് പലപ്പോഴും പൗരാണിക ജയിലുകൾ പലതും ഗുഹയ്ക്കുള്ളിലാണ്. ഗുഹകളെ ജയിലായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ മുമ്പിൽ വലിയ അഴികൾ കാണും. പടുകുറ്റൻ തടിയോ ഇരുമ്പോ കൊണ്ടുള്ള അഴികൾ കാണും. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഗുഹ അപ്പാടെ ജയിലാക്കുകയല്ല. നമ്മൾ കുറേ അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ജയിൽ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കും കുറേ അകത്തോട്ട് കയറാം, കാണാൻ വരുന്നവർക്ക്. ഇനി ഇതിനകത്തൊന്ന് താഴേക്കൊരു കുഴിയാണ്. ഒരു 4x4, 4x4 അടിയെ വീതി നീളമോ കാണുള്ളൂ. ആഴം 10 അടി കാണും താഴെ. ഇതിനകത്ത് 1-2 പേരെ ഇടുന്നത്. അവിടെ കിടക്കുക, ചങ്ങലയിലവിടെ ബന്ധിക്കുന്നത്. ഈ കിടപ്പ, ഈ കയ്യിൽ നിന്ന് വലത്തെ കയ്യിൽ നിന്ന് ഇടത്തെ കാലിലേക്കൊരു ചങ്ങല, ഇടത്തെ കയ്യിൽ നിന്ന് വലത്തെ കാലിലേക്കൊരു ചങ്ങല. ഇത് നിവരെ നിൽക്കാൻ കഴിയില്ല. എന്തിനാണെന്നറിയണ്ടേ? വർഷങ്ങൾ ഇങ്ങനെ ഒരാൾ കിടന്നാൽ ഈ ചങ്ങല അഴിച്ചാൽ ഒരു പൊതുസമൂഹത്തിൽ ചെന്ന് നിന്നാൽ ആളിന് കുനിഞ്ഞേ നിൽക്കാൻ പറ്റും. കുറ്റവാളി തല നിവർത്തി നിൽക്കരുതെന്നാണ്. കുനിഞ്ഞു നിൽക്കണം എല്ലായിടത്തും. തിരിച്ചറിയാനാണ് കുറ്റവാളി. വേച്ചേ നടക്കാവും. ഇതിനു വേണ്ടിയാണ്. അത് ചിലർ രക്ഷപ്പെടും, ചില അവിടെ കിടന്ന് മരിക്കും. ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആ കിടപ്പിലാണ് ഈ റോമാലേഖനം അടക്കമുള്ള പലതും എഴുതുന്നതെന്നുള്ള സത്യം. ഇത് എഴുതിയെടുക്കാൻ വേണ്ടി ആളുകൾ വരും. യുസ്തോസ് ഉണ്ട്, പിന്നെ തെർത്തോസ് ഉണ്ട്, നിരവധി ആളുകളുണ്ട്, യൂലിയോസ് ഉണ്ട്, ഒത്തിരി ദൈവാസന്മാരുണ്ട്. ഇപ്പം ഞാൻ ഓർക്കാറുണ്ട്, ഈ വരുന്നൊരു മനുഷ്യൻ ഒത്തിരി നടന്നലഞ്ഞ് എഴുതാൻ വരുന്നവൻ്റെ കാര്യമാണ്. അയാൾ കൗണ്ടറിൽ ചെന്ന് അനുവാദമൊക്കെ വാങ്ങി. നമ്മുടെ ഒത്തിരി പേപ്പറൊന്നുമല്ല, ലാപ്ടോപ്പൊന്നുമല്ല കയ്യിൽ. ഈ ചർമ്മ ലിഖിതങ്ങൾ, ഒരുതരം തോലാണ്. ആ തോലിങ്ങനെ തോളെ കൊണ്ടുവരണം. ആടുകളുടെയൊക്കെ തോല, പാപ്പിറസൊക്കെയാണ്. ഇത് തോളിലേന്തി റോമാലേഖനം പോലെ 10-18 അധ്യായമുള്ള നീണ്ട പുസ്തകം എഴുതിയെടുക്കണം. അദ്ദേഹം വന്ന് ഈ കരയ്ക്ക് നിന്ന് ഇങ്ങനെ എത്തി നോക്കണം താഴേക്ക്. അവിടെ 2 കണ്ണ് മാത്രം കാണാം, ഇരുട്ടാ. ഒരു ചായക്കാശ് ഈ എഴുത്തിന് പ്രതിഫലമായി കൊടുക്കാൻ പൗലോസിൻ്റെ കയ്യിലുണ്ടാവും. എന്ത് പ്രതീക്ഷിച്ച ഈ മനുഷ്യൻ വന്നേ? എന്ത് പ്രതീക്ഷ? ഈ റോമാലേഖനം എഴുതി കഴിയുമ്പോൾ ഒരു ഗിഫ്റ്റ് എന്ന് കൊടുക്കാൻ ആ മനുഷ്യൻ്റെ കയ്യിലുണ്ടാവും. കൊടുത്താൽ പോരാ, തോളിലെന്തി
എത്തിക്കേണ്ട ഇടത്ത് ഇതെത്തിക്കണം. എന്ത് പ്രതിഫലം കിട്ടി? നമ്മൾ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പ്രതിഫലങ്ങളെ ചൊല്ലി കലഹിക്കുന്ന എത്ര എത്ര മനുഷ്യരുണ്ട്. പോരാ പോരാ എന്ന് ചിന്തിക്കുന്ന എത്ര എത്ര മനുഷ്യരുണ്ട്. കിട്ടിയ നന്മകളിലൊന്നും സന്തോഷമില്ലാത്ത എത്ര എത്ര ആളുകളുണ്ട് നമ്മളിലൊക്കെ. ഇവിടെയാണ് നിസ്വാർത്ഥമായ സേവനത്തിന്റെ പ്രതീകമായി ഈ റോമക്കെഴുതിയ ലേഖനം നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് പൗലോസ് മാത്രമല്ല, എഴുതിയ മനുഷ്യന്റെയും പ്രാണൻ ബലികഴിച്ച് അദ്ദേഹം എഴുതാൻ വരുന്നത്. നിരോധിക്കപ്പെട്ട സുവിശേഷത്തിന്റെ മാർഗത്തെ പ്രചരിപ്പിക്കാൻ വരുന്ന ഒരു കുറ്റം ചുമത്തി ഇവരെയും പിടിച്ചകത്തുക. അങ്ങനെ വിശുദ്ധന്മാർ പ്രാണൻ വിലകൊടുത്ത് വാങ്ങിയ ഒരു ഗ്രന്ഥവും കൊണ്ടാ ഞാൻ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇതിനെ പ്രസംഗിക്കാൻ, പ്രചരിപ്പിക്കാൻ സായുസുള്ളിടത്തോളം, അവസരമുള്ളിടത്തോളം യേശുവിനെ നിൽക്കാൻ ആർക്കാണ് ഇന്ന് രാത്രി മനസ്സുള്ളത്? ദൈവകൃപയുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലല്ലയ്യ, പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയരെ, ഈ ഘട്ടത്തിൽ ഒന്ന് പറയാം. ഈ കിടക്കുന്ന കിടപ്പിൽ പൗലോസിനൊരു അറിയിപ്പ് കിട്ടി. എന്താണെന്നറിയണ്ടേ? വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഭരണകൂടം തീരുമാനിച്ചു. അതും വെറുതെയുള്ള വധമല്ല, ഈർച്ചവാളിനാൽ കൊല്ലുക. എന്താ ഈർച്ചവാളെന്നറിയണ്ടേ? ഒരു മനുഷ്യനെ തലകീഴാക്കി നിർത്തി 2 മരത്തടികളിലേക്ക് കാല് രണ്ടും വലിച്ചു കെട്ടി തടിയിറക്കുന്ന വാളുകൊണ്ട് 2 പേർ ചേർന്ന് അറുത്തറുത്ത് 2 കഷ്ണാക്കുക. ക്രൂരമരണം. ഈ ഉത്തരവ് കൊണ്ട് പൗലോസിന് കാണാൻ പാകത്തിന് അഴിയുടെ അപ്പുറത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പോയി ചർമ്മലിഖിതത്തിൽ എഴുതി. ഇവിടെ കിടക്കുന്നറിയോ? തർസോസിലെ സൗൽ എന്ന താങ്കൾ. ആ തൂക്കമൊക്കെ എടുത്തു. ആ തൂക്കമൊക്കെ എഴുതിയിട്ടുണ്ട്. വന്ന ദിവസം എഴുതി, ചെയ്ത കുറ്റം എഴുതി. നിയമം ലംഘിച്ച് റോമാ കൈസറുടെ നീതി നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. പലയാവർത്തി താങ്കളോട് ഇത് ചെയ്യരുതെന്ന് ആവർത്തിച്ചിട്ടും അനവധി ജനങ്ങളെ ഈ മാർഗത്തിന്റെ ഭാഗമാക്കി. ആ കുറ്റം ചുമത്തി താങ്കൾക്ക് ഭരണകൂടം വിധിച്ചിരിക്കുന്ന ശിക്ഷ ഈർച്ചവാളിനാലുള്ള മരണം. ഇതിനകത്ത് ഒരു അനിശ്ചിതത്വമുണ്ട്. എന്നാണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നതെന്ന് പറയാൻ വയ്യ. ചിലപ്പം 1 മാസം കഴിയും, ചിലപ്പം മാസങ്ങളേ കഴിയും. എന്താ കാര്യം എന്നറിയണ്ടേ? പറയാം. ഈ കനത്ത തണുപ്പ് വന്നാൽ പടയാളികൾക്ക് പോയി നിർവഹിക്കാൻ വയ്യ. കാരണം ഇത് 3 ഫൗണ്ടെയിൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഒരു കൊലക്കളം. ആ കൊലക്കളത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേ തണുപ്പ് കാരണം നമ്മൾ മരിച്ചു. ഈ കൊല്ലാൻ ചെല്ലുന്ന മനുഷ്യർ, നിങ്ങൾക്ക് ഇവിടുത്തെ തണുപ്പിൻ്റെ ഒരു ആധിക്യം അറിയാമല്ലോ. അപ്പോൾ ആ കനത്ത തണുപ്പിൽ ഈ ശിക്ഷ നടപ്പിലാക്കാൻ ആരാച്ചാർമാരെ കിട്ടത്തില്ല, ശിക്ഷ നടപ്പിലാക്കുന്ന കക്ഷികളെ കിട്ടത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരല്പം നീണ്ടുപോകാം ശിക്ഷ. ഇതവസ്ഥ. പൗലോസ് ഉടനെ തിമത്യോസിനോട് പറയുന്ന ഭാഗം നമ്മൾ വായിച്ചേ. മകനെ തിമത്യോസേ, എനിക്ക് നിന്നൊന്ന് കാണണം, വേഗത്തിൽ എന്നെ കാണുവാൻ ഉത്സാഹിക്കാം. ഏതവസ്ഥയാണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് നിന്നെ കാണണം. ഈ മനുഷ്യൻ ആഗ്രഹിച്ചത് ജന്മം നൽകിയ മാതാപിതാക്കളെ കാണണമെന്നല്ലെന്നേ. ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കൊരു മകനുണ്ടാകുമായിരുന്നെന്നും ആ മകൻ ഓടി വരുമായിരുന്നെന്നുമുള്ള ഒരു തോന്നലല്ല. നിജപുത്രനായ തിമത്യോസ്, എനിക്ക് നിന്നെ കാണണം. എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവരങ്ങളുണ്ട്, അത് നീ ജ്വലിപ്പിക്കണം. ഇത് കീഴടങ്ങളുടെ വഴിയല്ല, ജയത്തിൻ്റെ വഴിയാണ്. നിന്റെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യേണ്ടത് പറയത്തവനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കണം. ഉന്മേഷത്തിന്റെ വചനങ്ങൾ എഴുതി, ഉത്സാഹത്തിന്റെ വചനങ്ങൾ എഴുതി. അതാ ഭക്തന്റെ പ്രത്യേകത. ജയിലിൽ കിടക്കുമ്പോഴും ആ മുഖത്ത് നിരാശയില്ല, ആ മുഖത്ത് പിശാചിനെ വായിച്ചെടുക്കാൻ ഒരു തോൽവിയുടെ, നിരാശയുടെ ഒരു ലാഞ്ചനയുമില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരെ, നമ്മുടെ മുഖത്ത് നിന്ന് പിശാച് ധൈര്യത്തിന്റെ, ദൈവകൃപയുടെ ആഴങ്ങൾ തന്നെ കൃത്യം മനസ്സിലാക്കിയെടുക്കട്ടെ. തോൽവിവിടയാത്ത അജയനായ ക്രിസ്തുവിന്റെ അനുഗാമികളാണ് നമ്മൾ. എന്നും പരാജയം സമ്മതിക്കാതെ ജയാളികളായി മുമ്പോട്ട് പോകാൻ പ്രായം തടസ്സമല്ല, രോഗം തടസ്സമല്ല, ധനപരമായ പരിമിതികൾ തടസ്സമല്ല. ഈ ജയിലിൽ കിടന്നുകൊണ്ട് പറയാ, എന്റെ മകനെ ക്രിസ്തുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. സ്തോത്രം. ഇതാ ആ കിടപ്പില് ജീവിത സായന്തനത്തിൽ എഴുതുന്ന 3 കത്തുകളാണ് 1-2 തിമത്യോസും തീത്തോസും. ആ കത്തിൽ
ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നീ വരുമ്പോൾ ശീതകാലം കഴിയും മുമ്പ് നീ വരണേ മോനെ, കടുത്ത തണുപ്പാ, അതിനകത്ത് കിടക്കാൻ വയ്യ. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടത്, കേരളത്തിലൊക്കെ ഉള്ള അനുഭവങ്ങൾക്കപ്പുറത്തല്ലേ നിങ്ങൾ ഇവിടെ കടന്നു പോകുന്ന അവസ്ഥാവിശേഷം. ശീതകാലത്തിന് മുമ്പ് നീ വരണം. വരുമ്പോൾ ഞാൻ കർപ്പൂസിൻ്റെ വക്കൽ വച്ചിട്ട് പോകുന്ന എൻ്റെ പുതപ്പ്, കോടികളുടെ ആസ്തിയുള്ള ഒരു കപ്പൽ പ്രമാണിയുടെ മകനെന്ന ചരിത്രം പറയുന്ന പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ സായന്തനത്തിൽ ആഗ്രഹിച്ച ഒരേയൊരു വസ്തു ആ പുതപ്പ്. ഞാൻ എന്തൊക്കെയോ കുറിപ്പടികൾ എഴുതി വച്ചിട്ടുണ്ട്, ചർമ്മലിഖിതങ്ങൾ, അത് കൊണ്ടുവരണം. പുസ്തകങ്ങൾ കൊണ്ടുവരണം. എന്തിനാണെന്നറിയണ്ടേ? മരണം വരുമെന്ന് കരുതി അങ്ങനെ കരഞ്ഞിരിക്കാനൊന്നും എന്നെ കിട്ടൂല. കൊല്ലുവെന്ന വാക്ക് കാണുമ്പോഴൊന്നും പതറിപ്പോകുന്നൊരു മനസ്സും എനിക്കില്ല. ഞാൻ ഈ കയ്യെഴുത്തുകളെ കണ്ട് ഭയപ്പെടുന്നില്ല. മരണത്തിൻ്റെ വിധികളെ കണ്ട് ഞാൻ കീഴടങ്ങുന്നില്ല. ഒന്ന് ഞാൻ ഉറപ്പിക്കുന്നു, ഈ കത്തൊക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത് പണ്ടേ എഴുതിയിട്ടുണ്ട്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഭക്തൻ ഇന്ന് രാത്രി മരണത്തെ മുഖാമുഖം കണ്ട 100 മനുഷ്യര് അകത്തും പുറത്തും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്കും പറയാം, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന് ജയിക്കാനാവാത്ത അജയ്യയുടെ സന്ദേശം, അതാണ് സുവിശേഷം. പ്രിയരെ പറയട്ടെ, പൗലോസ് ചോദിക്കുകയാണ്, നീ ഈ കർപ്പൂസിൻ്റെ പക്കൽ വെച്ചിട്ട് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. ഞാൻ നീട്ടണില്ല, ചരിത്രം ഇങ്ങനെയാണ്. ഇതെല്ലാം കേട്ടറിഞ്ഞ ഒരു കത്തെത്താനുള്ള താമസം ഓർക്കണേ. പായ്ക്കപ്പലിൽ കാറ്റിൻ്റെ ദിശയനുസരിച്ച് സഞ്ചരിച്ച് തൻ്റെ ഗുരുവിന് വേണ്ടി പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളുമായി ഒരിക്കൽ തിമത്യോസ് എത്തി. തിമത്യോസ് എത്തുമ്പോൾ വാതിൽ കാവൽക്കാരനെ കണ്ടു. കാര്യം പറഞ്ഞു, എൻ്റെ ഗുരു അകത്ത് കിടപ്പുണ്ട്, ഒന്ന് കാണണം. ഈ കത്ത് അദ്ദേഹത്തിൻ്റെ. ഓ, പൗലോസ് എന്ന ശൗൽ അല്ലേ? ആ, നിൻ്റെ പേര് തിമത്യോസ്. കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. കാവൽക്കാരൻ പക്വതയുള്ള ശാന്തഗംഭീരനായ ആ മനുഷ്യൻ പറഞ്ഞു, തിമത്യോസ്, നീ താമസിച്ചു പോയിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നേരം വെളുക്കുന്നതിനൊക്കെ വളരെ മുമ്പ് നിന്റെ ഗുരുവിനെ ചങ്ങല ധരിപ്പിച്ച് ഈ വഴി കൊണ്ടുപോയി. ഈ വഴി പോയ പല മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഭ്രാന്തന്മാരായി മാറി, മരണവെപ്രാളത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ്, കൈസറെ തെറി പറഞ്ഞ് ഒക്കെ പോകുമ്പോൾ ചങ്ങല ധരിപ്പിച്ച് അല്പം കുനിഞ്ഞ് വെച്ച് നടന്ന് കണ്ണുകളിൽ തിമിരം ബാധിച്ച അവസ്ഥയിലും ഞങ്ങളെ കരിയിൽ കണ്ടിട്ട് ഭക്ഷണം തന്നതിന്, പരിഗണിച്ചതിന്, സ്നേഹിച്ചതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് താൻ വിശ്വസിക്കുന്ന സുവിശേഷം അവസാന ഘട്ടവും പറഞ്ഞുകൊണ്ട് അചഞ്ചലനായി വഴി കടന്നു പോകുന്ന കാഴ്ച കണ്ടു. ആ പോക്കിലും പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇന്ന് രാത്രിയോളം പിരിയുമ്പോ ഓരോ ഒറ്റനും വിളിച്ചു പറയട്ടെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഹല്ലേലൂയ. തിമത്യോസ് മിനിറ്റുകൾക്കപ്പുറത്താക്കണം. 3 ജലധാരകൾ സംഗമിക്കുന്ന 3 ഫൗണ്ടൈൻ എന്ന സ്ഥലമുണ്ട്. അവിടെ ഇട്ട് നിന്റെ ഗുരുവിൻ്റെ ശരീരം 2 തുണ്ടമാക്കി അറുത്ത് കാണും. അവ മുറിച്ച് വീണ്ടും തുണ്ടങ്ങളാക്കി മാറ്റി കഴുകനിട്ട് കൊടുത്ത്, കാക്കയ്ക്കിട്ട് കൊടുത്ത് ഈ ശവശരീരത്തിൻ്റെ അവസാന മാംസവും ഇല്ലായ്മ വന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ പടയാളികൾക്ക് തിരിച്ചു വരാൻ സാധിക്കൂ. തിമത്യോസ്, നീ ഇവിടെ നിൽക്കരുത്. നീയും ബന്ധിക്കപ്പെടും, നീയും അകത്ത് കിടക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തിമത്യോസ്, നീ നിന്റെ പ്രാണനെ രക്ഷിക്കണം. തിമത്യോസ്, നീ പോകണം. തിമത്യോസ്. ആ നിൽക്കുന്ന സൈനികനെ കണ്ട്, കാവൽക്കാരനെ കണ്ട് തിമത്യോസും പറഞ്ഞു എന്നാണ്, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും
ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. നമ്മെ ദൈവം ഇവിടേക്ക് അയച്ചോ, നമുക്ക് ചില ദൈവത്തിനായി ചെയ്യണം. ഏത് ഭീഷണിക്ക് നടുവിലും ദൈവത്തിനായി നിൽക്കണം. യൗവനയുക്തരായി അനവധി ചെറുപ്പക്കാർ ആവേശഭരിതരായി ഈ കൺവെൻഷന്റെ ഭാഗമായി കാണുമ്പോൾ വലിയ സന്തോഷം. മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. ഞാൻ വന്ന് മനസ്സിലാക്കുന്നു, ഇവിടെ സഭാപ്രവർത്തനത്തിന് അധികം ആളുകളില്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആളുകളില്ല. പ്രിയപ്പെട്ടവരെ, സുരക്ഷിതത്വമുള്ളൊരു ജീവിതം നമ്മുടെയൊക്കെ സ്വപ്നമായിരുന്നു. വളരെ പണിയെടുത്ത് അധ്വാനിച്ചാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷേ 10, 20, 30 വർഷത്തിനുള്ളിൽ വാർദ്ധക്യം നിങ്ങളെയും കടന്നു പിടിക്കും. ഒരു പുതുതലമുറ ഇതുവഴി വരും. ആ പുതുതലമുറയ്ക്ക് വേണ്ടി ചിലത് ചെയ്തെടുക്കാൻ പടയത്തവരെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ ഇടപെടാതെ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. സ്തോത്രം. ഈ നാട്ടിലൂടെ തലങ്ങും വിലങ്ങും നടന്ന് അടിയറ്റു വാങ്ങിയ, പീഡകറ്റു വാങ്ങിയ, ചുട്ടുകരിക്കപ്പെട്ട, ആയുധങ്ങൾക്ക് മുമ്പ് തലവെച്ചു കൊടുക്കേണ്ടി വന്ന നിരവധിയായ ദൈവഭക്തന്മാരുണ്ട്. അവർ പ്രസംഗിച്ച് ഈ അന്തരീക്ഷത്തിലിട്ട വചനത്തിന്റെ അനുഗ്രഹമാണ് ഇത് നമ്മൾ നിങ്ങളൊക്കെ പ്രാപിച്ചെടുക്കുന്നത്. എന്നെയും നിങ്ങളെയും കാണാതെ ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വെയിൽസിനെ ഉയർത്താൻ പ്രാർത്ഥിച്ച ഇവാൻസ് റോബർട്ടില്ലേ, ഈ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് വന്ന വില്യം കേരിയില്ലേ, ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് മിഷണറിമാരെ അയച്ചു. അവർ നിമിത്തം നമുക്കും വാതിലുണ്ടായി ഇവിടെ വരെ വരാ. 10, 20, 30, 50 വർഷങ്ങൾക്ക് ശേഷം ഇതുവഴി വരുന്ന, വീണ്ടും വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ചിലതിനെ പ്രവർത്തിക്കാൻ ആർക്കിന്ന് രാത്രി മനസ്സുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും ആത്മസമർപ്പണവും അതിന് കാരണമാകുമെങ്കിൽ നമുക്ക് ഒത്തൊരുമിച്ച് ഉദ്യമിക്കാം. സഭകളുടെ എണ്ണം വർദ്ധിക്കട്ടെ, വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കട്ടെ. സ്നാനമേറ്റ് യേശുവിനോട് ചേരാൻ ചില കൂടി തയ്യാറെടുക്കട്ടെ. യേശുവിന് വേണ്ടി പോരാടി, യേശുവിന് വേണ്ടി അവസാന നിമിഷം വരെ വേണ്ടി വന്നാൽ പ്രാണനം വെച്ചുകൊടുക്കാൻ ചില കൂടി തയ്യാറെടുക്കട്ടെ. ആത്മസമർപ്പണത്തിന് വേണ്ടി ഒരു വേള കണ്ണുകൾ അടയ്ക്കാം. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കാം. പ്രാർത്ഥനയ്ക്ക് നമുക്ക് തയ്യാറെടുക്കാം. നമ്മുടെ നല്ല നാഥന് വേണ്ടി, നമ്മുടെ അരുമനാഥന് വേണ്ടി, നമ്മുടെ കർത്താവിന് വേണ്ടി പോരാടി നിൽക്കാം. ഈ രാജ്യത്തെ യേശുവിന് വേണ്ടി നേടാം. കർത്താവിൻ്റെ മക്കളായി തീരാൻ നമുക്ക് ഈ നാടിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും എല്ലാ ഹൃദയവും ഏകാഗ്രമാക്കട്ടെ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിച്ച് കർത്തദാസന്റെ പക്കലേക്ക് ഈ മൈക്ക് കൈമാറുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും. ക്രൂശും എടുത്തീനി ഞാൻ യേശു വേപ്പിഞ്ചൽകയാം, ക്രൂശും എടുത്തീനി ഞാൻ യേശു വേപ്പിഞ്ചൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ, ജീവനൻ പേർക്കായി നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. അങ്ങേയ്ക്കായി ഊർജ്ജസ്വലരായി നിലനിൽക്കാൻ ഏതെങ്കിലും ഒരാൾ ഇന്ന് രാത്രി ഹൃദയാന്തര ഭാഗത്ത് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ യോഗം അവരുടെ മാറ്റത്തിന് വിധേയമാക്കണമേ. ആത്മസമർപ്പണത്തെ കരുത്തിട്ടതാക്കി മാറ്റണമേ. ഈ ക്രൂശം ചുമന്ന് അങ്ങേയ്ക്കായി നിലകൊള്ളുവാൻ കരുത്ത് കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ ഈ വചനം കേട്ട ഏവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിട്ടതിനായി സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു.